നമസ്കാരം. നമസ്കാരം സാർ. ഗുഡ് മുരളി ഈവനിങ്. സാർ, മോഹൻദാസ് സാർ, ഷിജി മാം, ബിജു സാർ. ഷിജി നമസ്കാരം മാം, സാർ. മോഹൻദാസ് സാർ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു എല്ലാവരും പ്രിപ്പയർഡ് ആണ്, എല്ലാം റെഡിയാണ് അല്ലേ? അതെ അതെ അതെ. അംഗത്തിന് തുടക്കമായി, പുതിയൊരു അംഗം. യെസ് യെസ്, പുത്തനംഗം. പുത്തനംഗം. അപ്പൊ അത് ജോയിൻ ചെയ്ത ഉണ്ണിയാർച്ചനെ എല്ലാവർക്കും അല്ലെ, നമസ്കാരം. ഉണ്ണിയാർച്ച ഉഷാറായിട്ട് നിൽക്കുകയാണ് സാർ. ഓക്കെ. എവിടെ ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊരു ആനയുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഇവിടുത്തെ ആന പാമ്പാടി രാജനാ. പാമ്പാടി രാജനായിട്ട് രണ്ട് സാറുമാർ ഇവിടെ ഇരിക്കുകയല്ലേ, നമ്മുടെ മുരളി സാർ, മോഹൻദാസ് സാർ. അങ്ങനെയൊന്നല്ല, പിന്നെ എങ്ങനെ ഉണ്ണിയാർച്ചമാര് എപ്പോഴും ഉണ്ണിയാർച്ചമാരാണ്. ഓക്കെ, അപ്പം ജോയിൻ ചെയ്ത എല്ലാവർക്കും നമസ്കാരം. ഓക്കെ അതെ. സാർ. ബിജു സാർ, നമ്മൾ റെഡിയല്ലേ? ബിജു സാറിനെ കേൾക്കാമോ? അപ്പോ നമുക്ക് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും സ്വാഗതം ചെയ്യാം. ആദ്യമായി നമ്മുടെ ആനപ്പാപ്പാനോ ഒന്നും ഞാൻ പറയുന്നില്ല, രണ്ട് പ്രഗത്ഭരായ അധ്യാപകർ നമ്മുടെ കൂടെ ഉണ്ട്. അവർക്ക് നമ്മുടെ ഈ സെഷനിലേക്ക് വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യാം. മുരളി സാർ ആൻഡ് മോഹൻദാസ് സാർ, രണ്ടുപേരും ആമുഖം ആവശ്യമില്ല രണ്ടുപേരെ കുറിച്ചും. മുരളി സാർ എത്രയോ കാലമായി നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന വ്യക്തി, പ്രഗത്ഭനായ അധ്യാപകൻ, കവി, എല്ലാ മേഖലയിലും തന്റെ പ്രതിഭ തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന 30 വർഷത്തിലേറെയായി മലയാളം അധ്യാപകനായും പല മേഖലയിലും പ്രവർത്തിക്കുന്ന, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. ദുബായിൽ സാറ് കുറെ വർഷമായി. ഇനിയിപ്പം ഗോൾഡൻ വിസയൊക്കെ കിട്ടാറായി സാറിന്. മോഹൻദാസ് സാറിനും അതെ, വളരെ കാലമായി, 20-ലേറെ വർഷമായി മോഹൻദാസ് സാറും അലൈനിലെ സ്കൂളിൽ മലയാളം കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. മുരളി സാറാണെങ്കിൽ അല്ലമീർ ഇംഗ്ലീഷ് സ്കൂളിലെ അധ്യാപകനായിട്ട്, മലയാളം അധ്യാപകനായി. രണ്ടുപേരും മലയാളത്തിന്റെ എല്ലാവർക്കും അറിയാം പ്രഗത്ഭരാണ്, വിദഗ്ധരാണ്. അപ്പം അവരുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. മുരളി സാർ, മോഹൻദാസ് സാർ, വളരെ സന്തോഷം. ഒരാൾ ഷിജി ജോസ് മാഡം മുന്നോട്ട് വന്നതിൽ നമ്മളെ ബന്ധപ്പെട്ടു. ഇങ്ങനെ ഒരു സെഷൻ നമുക്ക് കൊടുക്കണം, ആ ഒരു ഇനിഷ്യേറ്റീവ് ഈ അവസരത്തിൽ അതിനെ നമുക്ക് അനുമോദിക്കാം. താങ്ക് യു സോ മച്ച് ഷിജി ജോസ് മാം ഫോർ ഓഫറിംഗ് ദിസ് സെഷൻ. ഈ സെഷൻ മുന്നോട്ട് വെച്ചതിൽ, കാരണം പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അപ്പം പലർക്കും പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാവാം, അതൊക്കെ ദൂരീകരിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പൊ അതില് ഈ നമ്മുടെ എക്സ്ട്രാ മൈലിന്റെ ഭാഗമാകാൻ മാഡത്തിന് മുന്നോട്ട് വന്നതിൽ വളരെയധികം സന്തോഷം. മാഡത്തിന് ലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മുരളി സാറിന്റെയും മോഹൻദാസ് സാറിന്റെയും 2 വാക്ക് വീതം നമുക്ക് കേൾക്കാം. ബിജു സാർ, നമുക്ക് മുരളി സാറിലേക്ക് പോവാം. മുരളി സാർ 2 വാക്ക് ആശംസ പറയും, അതിനുശേഷം മോഹൻദാസ് സാർ. യെസ് സാർ. ആദ്യമേ തന്നെ ഏപ്രിലാണ്, വിഷു വരികയാണ്. എല്ലാവർക്കും മുൻകൂട്ടി വിഷു, അതിന്റെ പിന്നാലെ ഈസ്റ്റർ, അതൊക്കെ വരികയാണ്. അതിൻ്റെയൊക്കെ ആശംസ പറയുന്നു. ഒപ്പം ഇത് മലയാളത്തിന്റെ പുതുവർഷം കൂടിയാണ്. ശരിക്കും നമ്മളെപ്പോഴും മലയാളത്തെ ഒരു വർഷത്തെ കാര്യമൊക്കെ ചിന്തിക്കുക മേടത്തിലെ വിഷുവിനെ ബേസ് ചെയ്തിട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരു യുവരക്തം കടന്നു വരുമ്പോ അതിൻ്റെ ഒരു സന്തോഷം വളരെയധികമുണ്ട്. വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ കുറച്ചൊന്ന് ഇങ്ങനെ തളർന്നു നിൽക്കുമായിരുന്നു. ഇതൊന്ന് മാറാൻ പോവുകയാണ്. മാത്രവുമല്ല, എല്ലാ ടീച്ചേഴ്സും ഒരു പുതിയ പുസ്തകം വന്നു, പാഠങ്ങൾ മാറി, അതിൻ്റെതായിട്ടുള്ള ഈ വലിയ പ്രശ്നങ്ങൾ അവര് അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ തുടക്കത്തിൽ തന്നെ കുറച്ച് ഊർജ്ജസ്വലതയോടെ തന്നെ അതിനെ നേരിടാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഈ ഷിജി ജോസ് മാഡം നമ്മളോട് ഇന്ന് സംസാരിക്കും. അതില് അവര് കാണിച്ച താല്പര്യത്തെ സലാം സാർ അത് പറഞ്ഞു. വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം അവർ അത് വളരെ പ്രിപ്പയർഡ് ആയിട്ട് ഇന്നത്തെ 9 തൊട്ട് 12 വരെയുള്ള, എസ്പെഷ്യലി 9, 10 ക്ലാസ്സുകളാണ് ഇവിടെ കൂടുതൽ ഉണ്ടായിരിക്കുക. പക്ഷെ 11ഉം 12ഉം ഈ ഒരു സിലബസിന്റെ ഭാഗം തന്നെയാണ്. പുതിയ ഈ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് ഭാഷകളിൽ വ്യത്യാസം വരുന്നു, അതേപോലെ പാഠങ്ങളിൽ വ്യത്യാസം വരുന്നു. ഏറ്റവും വലിയ സന്തോഷം ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദനും
എന്താ പറയുക കൈവിട്ടു പോയതിലാണ്. കാരണം കുട്ടികളായാലും ടീച്ചേഴ്സ് ആയാലും വളരെ പാടുപെട്ടിരുന്ന രണ്ട് മഹാപുസ്തകങ്ങളായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും മനസ്സിലാവൂല, എന്നാൽ അത് എന്തൊക്കെ ചോദിക്കുന്ന ഒരു പിടുത്തല്ല. ഈ ഒരു അവസ്ഥയിൽ നിന്ന് കുട്ടികളും അധ്യാപകരും രക്ഷപ്പെട്ടതിലുള്ള സന്തോഷത്തോടു കൂടി ഷിജി ജോസ് മാമിന് എല്ലാവിധ ആശംസകളും. കാരണം ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ മാം വളരെ മുമ്പ് തന്നെ അംഗമാണ്. ഞാനിന്ന് രാവിലെ വിളിച്ചപ്പോ മാം പറഞ്ഞു നമ്മൾ ഇഷ്ടം പോലെ ചർച്ച ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ടൊക്കെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കണ കാരണം ഇതൊന്നും ഇങ്ങനെ എന്താ പറയുക സജീവമല്ലാതെ കിടക്കുകയാണ്. എനിക്ക് അതോടൊപ്പം ഇവിടുത്തെ ടീച്ചേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം, അടിസ്ഥാനപരമായിട്ടുള്ള ഭാഷയുടെ ബേസിക്കലായിട്ടുള്ള ഇപ്പൊ നാമം, ക്രിയ, വിശേഷണം, അതേപോലെ തന്നെ വാക്യ പരിവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള ബേസിക്കലായ കാര്യങ്ങൾ നിങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ മലയാളം അധ്യാപകരാണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വിജ്ഞാനം അത്യാവശ്യമാണ്. ഓരോന്നും നമ്മൾ അങ്ങനെ ചോദിക്കേണ്ടി വരുന്നൊരു അവസ്ഥ നല്ലതല്ല. എന്തായാലും ഇന്നത്തെ ഈ സെഷൻ വളരെ വലിയ ഒരു തുടക്കമായിരിക്കും എന്ന സന്തോഷത്തോടു കൂടി തന്നെ ടീച്ചർക്ക് ഹൃദയം കൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നത്തെ ക്ലാസ് സെഷൻ വളരെ ഗംഭീരമായി തീരട്ടെ. സലാം സാർ. താങ്ക് യു സാർ, താങ്ക് യു സാർ. മോഹൻദാസ് സാർ. നമസ്കാരം. സലാം സാർ, വിജി സാർ, മുരളി സാർ, പിന്നെ ഇന്നത്തെ നമ്മുടെ പുലി ഷിജി ടീച്ചർ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ മുരളി സാർ പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു മാറ്റമാണ്. നമ്മളെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സജീവമല്ലായിരുന്നു എന്ന് സാർ പറഞ്ഞതിന്റെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ഒരേ പാറ്റേൺ തന്നെയായിരുന്നു, യാതൊരു മാറ്റവും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പുതുതായിട്ടൊന്നും ചെയ്യേണ്ടി വരുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പ് അത്ര സജീവമല്ലായിരുന്നത്. ഇനിയിപ്പോ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പരീക്ഷകളിലും അതുപോലെ തന്നെ സിലബസിലും ഒക്കെ ഒരു മാറ്റം വന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ഇടപെടൽ ഉണ്ടാകും. നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ അധ്യാപക കൂട്ടങ്ങൾ എല്ലാവരും സജീവമായിട്ട് ഇതിൽ പങ്കെടുക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ സിലബസിനെ കുറിച്ച് നമ്മളെ ടീച്ചർ ഷിജി ടീച്ചർ വളരെ വിശദമായി തന്നെ സംസാരിക്കും. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ പ്രയോജനകരമായിരിക്കും. എന്തായാലും ഈ വർഷം ഈ CBSE ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 2 പരീക്ഷയും അതുപോലെയൊക്കെ വരാൻ പോകുന്നു. പക്ഷെ മലയാളത്തിന് എഴുത്തിന്റെ ദൈർഘ്യം കൂടുതലാണെന്നൊരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കി. കാരണം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പേജുകൾ നമ്മുടെ കുട്ടികൾ എഴുതണം. അത് ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ പേജുകൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോഴാണ് ഇപ്പോൾ ഉപന്യാസത്തിന് 200 പേജും മറ്റതൊക്കെ 1 പേജ് വീതമൊക്കെ ചോദ്യോത്തരങ്ങൾക്കായി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അത് എങ്ങനെയെങ്കിലും CBSEയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ എഴുത്തിന്റെ ദൈർഘ്യം അളവ് കുറച്ചാൽ അത് നന്നായിരിക്കും. അത് വേണ്ടപ്പെട്ട സലാം സാറിനെ ഏൽപ്പിക്കുകയാണ്. അത് നമുക്ക് സംസാരിക്കാം സാർ. അത് നമുക്ക് സംസാരിച്ചിട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് അറിയിക്കാം സാർ. അത് തീർച്ചയായിട്ടും. എന്തായാലും ഷിജി ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അടിപൊളിയായിരിക്കും. സന്തോഷം. താങ്ക് യു ടീച്ചർ. താങ്ക് യു മോഹൻദാസ് സാർ. അപ്പൊ ഇനി നമുക്ക് സെഷനിലേക്ക് കിടക്കാം അല്ലെ? അപ്പൊ സെഷൻ നയിക്കുന്നത് ഷിജി ജോസ് മാം. അപ്പൊ അതിനു മുമ്പ് ഷിജി ജോസ് മാഡത്തിനെ ഒന്ന് പരിചയപ്പെടണ്ടേ? ബിജു സാർ എന്തു പറയുന്നു? പ്ലീസ്. നമസ്കാരം, ഞാൻ ശരണ്യ കിരൺ, അജ്മൻ അൽ-അമീർ ഇംഗ്ലീഷ് സ്കൂൾ അധ്യാപികയാണ്. എക്സ്ട്രാ മൈൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് CBSE 9 മുതൽ 12 വരെ ക്ലാസ്സിലേക്ക് സംഘടിപ്പിക്കുന്ന മലയാളം പാഠ്യപദ്ധതി 2025-26 ഒരു അവലോകനം എന്ന സെഷനിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രതിഭാശാലിയായ വ്യക്തിത്വം, പ്രചോദനമേകുന്ന അധ്യാപിക, മികച്ച സാഹിത്യകാരി, കരുത്തുറ്റ അക്കാദമിക് വ്യക്തിത്വം ശ്രീമതി ഷിജി ജോസ്. MA മലയാളം, ജേർണലിസം, UGC നെറ്റ് എന്നീ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളോടുകൂടി 21 വർഷത്തെ അധ്യാപന പരിചയത്തോടെ നിരവധി തലമുറകളുടെ ഭാവി നിർമ്മാണത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വരുന്ന ഷിജി ജോസ് ടീച്ചർ ഇപ്പോൾ 13 വർഷമായി കടത്തുരുത്തി സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂളിൽ PGT ആയി തുടരുന്നു. അധ്യാപന രംഗത്തേക്ക് വരുന്നതിന് മുൻപ് ഫ്രീലാൻസ് ജേർണലിസ്റ്റായും ടാറ്റയുടെ ഷോറൂമിൽ പബ്ലിക് റിലേഷൻസിലും പ്രവർത്തന അനുഭവമുണ്ട്.
സാഹിത്യ സാംസ്കാരിക മേഖലകളിലും നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. വിദ്യാരംഗം കവിതാ പുരസ്കാരം, എസ് രമേശൻ സ്മാരക കവിതാ പുരസ്കാരം, മലയാള മനോരമ നല്ലപാഠം പദ്ധതിയുടെ ബെസ്റ്റ് കോർഡിനേറ്റർ എന്നീ അവാർഡുകൾ നേടി. സ്കൂൾ മാഗസിൻ ചീഫ് എഡിറ്ററായി സംസ്ഥാനതല സഹോദയ ബെസ്റ്റ് സ്കൂൾ മാഗസിൻ അവാർഡ് 2 തവണ നേടിയിട്ടുണ്ട്. 2015-22 കാലയളവിൽ സ്കൂൾ പ്രോഗ്രാം കോർഡിനേറ്ററായി പ്രവർത്തിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി പഠന സഹായി രചിച്ചിട്ടുണ്ട്. കവിതകളും സ്കിറ്റുകളും എഴുതി വിവിധ പ്രസിദ്ധീകരണങ്ങളിൽ സജീവമായ സംഭാവന നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് മികവിനും സാംസ്കാരിക വളർച്ചയ്ക്കും വഴി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ശ്രേഷ്ഠ അധ്യാപികയെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സ്നേഹപൂർവ്വം ഇവിടെ സ്വാഗതം ചെയ്യാം. Hearty welcome, Ms. Shurji Jose. The stage is yours. Please proceed. അപ്പൊ ഷിജി ജോസ് മാം, ഓവർ ടു യു. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. എന്നെ എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? യെസ്, കേൾക്കാം കേൾക്കാം. ഓക്കെ സാർ. സ്നേഹ ബഹുമാനപ്പെട്ട സലാം സാർ, മുരളി സാർ, മോഹൻദാസ് സാർ, ബിജു സാർ, നമ്മുടെ ഒപ്പമുള്ള എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും മനോഹരമായ ഒരു സായാഹ്നം നേരുന്നു. എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതവും നമസ്കാരവും. ഞാനിപ്പോ ഇങ്ങനെ മുരളി സാറിന്റെയും സലാം സാറിന്റെയും മോഹൻദാസ് സാറിന്റെയും ഒക്കെ വാക്കുകൾ കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ പി കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകളില് അദ്ദേഹം കളിയച്ചൻ എന്ന കവിത എഴുതാൻ സമയത്ത് സമ്മേളനത്തിന് പോയ ഒരു കാര്യം ഓർമ്മിക്കുന്നുണ്ട്. വലിയ തലയെടുപ്പോടെ ആനകൾ നിറഞ്ഞിരിക്കുന്ന സദസ്സിലേക്ക് ചെന്നപ്പോഴ് ഞാൻ അവിടെ എന്ത് ചെയ്യും എന്ന് കുഞ്ഞിരാമൻ നായർ ഓർക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു ഓർമ്മയാണ് എനിക്ക് പെട്ടെന്ന് വന്നത്. മോഹൻദാസ് സാർ ഇങ്ങനെ ഇരിക്കുന്നു, സലാം സാർ ഇരിക്കുന്നു, മുരളി സാർ ഇരിക്കുന്നു. സാർ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ തിടമ്പേറ്റി എഴുന്നള്ളത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഇടയിലേക്കാണ് ആദ്യമായിട്ട് ഇങ്ങനെ ചെറിയൊരു എഴുന്നള്ളത്തിന് ഒരു കുട്ടിയാനിയായിട്ട് ഇങ്ങനെ വരുന്നത്. ഏതായാലും ഇവരുടെ ഒരു സാന്നിധ്യമുണ്ട്. തീർച്ചയായിട്ടും തയ്യാറാക്കി വന്നിരിക്കുന്ന സംഗതികളൊക്കെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു. നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിലബസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ സിലബസിൽ ഉപരിയായിട്ട് നമ്മൾ തീരുമാനിക്കേണ്ട, നമ്മൾ ചർച്ച ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് കരുതുന്നു. അതും നമുക്കൊന്ന് സൂചിപ്പിച്ചു പോകാം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോ ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ, എനിക്കൊന്ന് ഏകദേശം ഒരു 2020 മുതൽ കേട്ടു തുടങ്ങുന്നതാണ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച്. നവോദയ സ്കൂളുകളിലൊക്കെ നേരത്തെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിരുന്നു. ഈ ഒരു വർഷത്തോടു കൂടി CBSE NEP ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് എല്ലാ വിഷയങ്ങളിലേക്കും കൊണ്ടുവരികയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. എല്ലാ വിഷയങ്ങളുടെയും സിലബസിലും ആ ഒരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്ന സിലബസിലും നമ്മുടെ വിഷയത്തിൽ അതിന്റെ അനുരണനങ്ങൾ നമുക്ക് കാണാം. എല്ലാവരും സിലബസിലൂടെ ഒന്ന് കണ്ണോടിച്ചവരാണ്. പുതിയ പാഠ്യപദ്ധതിയിൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ എടുത്തു പറയേണ്ട 1-2 മാറ്റങ്ങൾ ഉണ്ട്. അപ്പോ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഫോളോ ചെയ്തു പോയിരുന്ന പാഠപുസ്തകവും സിലബസും മാർക്കിംഗ് സ്കീമും പിന്നെ വരുത്തിയ ചെറിയ മാറ്റങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. ഇത് നമ്മുടെ ഒരു കുടുംബ കൂട്ടായ്മയായിട്ട് കാണാമെന്ന് കരുതുന്നു. ഞാൻ എക്സ്ട്രാ മൈലിലെ പുതിയ ഒരാളല്ല. വർഷങ്ങളായി എനിക്കൊന്ന് സലാം സാറൊക്കെ ട്രാൻസ്ഫോമേഴ്സ് ഗ്രൂപ്പ് ഉള്ളപ്പോൾ ആ ബീട്ടാഗിൽ നമ്മുടെ കോവിഡ് സമയത്തൊക്കെ കാര്യമായി ചർച്ചകളൊക്കെ നടന്നിട്ടുള്ള ആ സമയങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് നിന്നിരുന്ന ആള് തന്നെയാണ്. മുൻ സമയങ്ങളിലൊക്കെ നടത്തിയ ക്ലാസ്സുകളിലൊക്കെ കൂടിയിട്ടുണ്ട്. മുരളി സാറിന്റെ ഒക്കെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. സാർ സൂചിപ്പിച്ച പോലെ ഇടയ്ക്കിച്ചിരി തിരക്ക് വന്നപ്പോൾ ചില ക്ലാസ്സുകളൊക്കെ വിട്ടുപോയി. പിന്നെ തീർച്ചയായിട്ടും സാർ സൂചിപ്പിച്ച പോലെ സന്തോഷമുണ്ട് ഒരു തുടക്കം കുറിക്കുന്നതിന്. കാരണം നമ്മൾ കുറച്ച് തണുത്തിങ്ങനെ ഇരിക്കായിരുന്നു. മോഹൻദാസ് സാറൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഈ വർഷം അതൊന്ന് ചൂട് പിടിപ്പിച്ചെടുക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ മൈലിലൂടെ ചർച്ചയ്ക്ക് വെക്കേണ്ടതുണ്ട്. നമ്മുടെ സബ്ജക്റ്റിനെ ഒന്ന് എൻറിച്ച് ചെയ്യേണ്ടതുണ്ട്. അതിനൊരു തുടക്കം കുറിക്കാൻ സാധിക്കുന്നതിൽ എനിക്കൊരു ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പുറകിൽ വലിയൊരു ബാക്ക് ബോൺ ആയിട്ട് തന്നെ നമ്മുടെ സലാം സാറ്, ബിജു സാറ്, മോഹൻദാസ് സാർ ഉണ്ടാവും, മുരളി സാർ ഉണ്ടാകും. പിന്നെയും ഉണ്ട് നമുക്ക് എമിനന്റ് ടീച്ചേഴ്സ് ഒരുപാട്. അവരുടെ എല്ലാ സഹായം ഉണ്ടാകും. നമുക്കിതൊരു തുടക്കമാകട്ടെ. മുരളി സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ
ഇത്തവണത്തെ സിലബസിൽ എടുത്തു പറയേണ്ട മാറ്റം തീർച്ചയായിട്ടും 9 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ നോൺ ഡീറ്റെയിൽഡ് ടെക്സ്റ്റ് ബുക്ക് ഒഴിവാക്കി എന്നുള്ളത് തന്നെയാണ്. യാതൊരു സംശയമില്ല. വർഷങ്ങളായി നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു പാഠപുസ്തകത്തെ മാറ്റണമെന്ന്. എനിക്ക് തോന്നുന്നു മുൻപ് പ്രൊഫസറുടെ ലോകവും മൃതസഞ്ജീവനിയും ഒക്കെ പഠിപ്പിച്ചിരുന്നപ്പോൾ നമുക്കൊരു ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതിനൊരു കാരണം ഒരുപക്ഷെ അത് അത്ര വലിയ സ്റ്റാൻഡേർഡുള്ള പുസ്തകമായിരുന്നൊന്നുമില്ല നമുക്കറിയാം. പക്ഷെ അതൊരു കഥ അല്ലെങ്കിൽ നോവലാണ്. കുട്ടികൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇപ്പം പഠിപ്പിച്ചിട്ടുള്ള മുരളി സാറിനൊക്കെ അറിയായിരിക്കും, അപ്പുവിന്റെയും പ്രണവിയുടെയും ഒക്കെ ആ ഒരു സ്നേഹബന്ധമൊക്കെ പറയുന്നിടത്ത് കുട്ടികൾ വളരെ ഇൻട്രസ്റ്റോടെ ഇരിക്കുമായിരുന്നു. അവർക്ക് താല്പര്യം പഠിക്കാൻ, ആൻസർ പഠിക്കാൻ ഇഷ്ടമില്ലെങ്കിലും കഥ അറിയാനെങ്കിലും ഉള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ നിന്ന് മാറി നമ്മൾ പതുക്കെ ജീവചരിത്രത്തിലേക്ക് പോയപ്പോൾ സംഭവിച്ച എന്താണെന്ന് നമ്മളെല്ലാം കണ്ടതാണ്. പൊതുവെ ഒരു പുസ്തകം മുഴുവൻ പഠിക്കേണ്ടി വരിക, അതും കുട്ടികൾക്ക് വഴങ്ങാത്ത ലാംഗ്വേജ്. ഒരു നല്ല പുസ്തകമെന്ന് എനിക്ക് ഒരിക്കലും തന്നെ തോന്നിയിട്ടില്ല, അങ്ങനെ താഴ്ത്തിക്കെട്ടി പറയുന്നതല്ല. പക്ഷെ ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്ന ഒരു പുസ്തകം. ജീവചരിത്രം തീർച്ചയായിട്ടും നമുക്ക് രസകരമായിട്ടുള്ളതുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഒരു 10ാം ക്ലാസ്സിലെ CBSE പഠിക്കുന്ന കുട്ടി, അല്ലെ 9ൽ പഠിക്കുന്ന കുട്ടി, ഈവൻ 11ലും 12ലും ഉള്ള നോൺ ഡീറ്റെയിൽഡും അങ്ങനെയൊക്കെ തന്നെയാണ്. ആ ഒരു പുസ്തകം അവർ എത്രമാത്രം ഉൾക്കൊണ്ട് പഠിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം, കുട്ടികൾക്കും അറിയാം. അപ്പോ തീർച്ചയായിട്ടും ആ ഒരു പുസ്തകം, അതും കുട്ടികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ആ പുസ്തകം ആദ്യ കാലഘട്ടത്തിൽ മുഴുവൻ പഠിക്കണമായിരുന്നു. കോവിഡിന് ശേഷം നമുക്ക് 9 ലെസൺസേ ഉള്ളൂ. ആ 9 ലെസൺസ് തന്നെ വൈഡായിട്ട് കിടക്കുന്നു. ആ വൈഡായിട്ട് കിടക്കുന്ന ലെസൺ മുഴുവൻ കുട്ടികൾ പഠിച്ചു കഴിയുമ്പോൾ അതിനകത്ത് 6 മാർക്കിന്റെ 2 ചോദ്യങ്ങളാണ് വരിക. അപ്പൊ ആവറേജ് കുട്ടികളോ ബിലോ ആവറേജ് കുട്ടികളോ മിക്കവാറും ചെയ്തുകൊണ്ടിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഒഴിവാക്കും. കാരണം ചില ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ ലെസനെയും കൂടെ കവർ ചെയ്തിട്ടുള്ള ഒറ്റ ചോദ്യം വരും. ഈ കുറഞ്ഞ ടൈമിൽ അതും സെക്കൻഡ് ലാംഗ്വേജിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കുട്ടികളൊക്കെ അത് എങ്ങനെ എഴുതി പോകും എന്നുള്ളത് നമ്മളെല്ലാം ബുദ്ധിമുട്ടിച്ചിട്ടുള്ള കാര്യം. വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ സഹോദയ കോർഡിനേറ്റേഴ്സിന്റെ അടുത്ത് ഞങ്ങൾ പലപ്പോഴും ഈ അക്കാഡമിക് കോർഡിനേറ്റേഴ്സിന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, സാർ ഈ പുസ്തകം ഒന്ന് മാറ്റി തരണം. നമുക്കറിയാം ഒരിടയ്ക്ക് എടുത്തു കളഞ്ഞു, വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ സഹായമായിട്ട് NEP വരുന്നത്. ഏതായാലും NEP ഇംപ്ലിമെന്റ് ചെയ്തതോടുകൂടി നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഉപകാരം തീർച്ചയായിട്ടും നോൺ ഡീറ്റെയിൽഡ് ഒഴിവാക്കി എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ദീർഘകാലമായിട്ടുള്ള നമ്മുടെ ആ ഒരു ആഗ്രഹം സഫലീകരിച്ചതിന്റെ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ ഒരു മാറ്റത്തെ സ്വാഗതം ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. അല്ലെ മുരളി സാർ? തീർച്ചയായിട്ടും നമുക്കും ആഗ്രഹമില്ല നല്ല കഥകളൊക്കെ പഠിപ്പിക്കണം എന്ന്, അല്ലെ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ആ മൃതസഞ്ജീവനിയൊക്കെ പഠിപ്പിക്കുമ്പോ ഒരു സുഖം ഉണ്ടായിരുന്നു ശരിക്കും. കാരണം അതിലെ അത്യാവശ്യം ഇത്തിരി പ്രണയം കൂടി ഉള്ളത് കൊണ്ട് കുട്ടികളെ ആസ്വദിക്കുമായിരുന്നു. കുട്ടികൾക്ക് അത് വളരെ ഇഷ്ടമായിരുന്നു. ശരി, അതെ അതെ അതെ. അതിൽ നിന്നാണ് മാറി നമ്മൾ പതുക്കെ സാമൂഹിക പരിഷ്കർത്താക്കളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, സ്വാമി വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും ഒക്കെ. പക്ഷേ ഒരു നോൺ ഡീറ്റെയിൽഡ് പുസ്തകം അത്രയും ലെവലിൽ നമ്മുടെ കുട്ടികൾ താങ്ങില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഒന്ന് സാഹിത്യ മോശമായ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള 2 പുസ്തകങ്ങളാണ്. ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പുസ്തകം സാറേ. ഇനി അതിലും അപ്പുറത്തേക്ക് പോകുമ്പോ 12ാം ക്ലാസ്സിലെ MD വാസുദേവന്മാരുടെ അമ്മയ്ക്ക് എന്നത് ഒരു ആത്മകഥ പോലെയുള്ള പുസ്തകമാണ് വെച്ചിരുന്നത്. ഒക്കെ ശരിയാണ്, MD നമുക്ക് പ്രിയപ്പെട്ട ആളാണ്. പക്ഷെ ആ ഒരു പുസ്തകം ഒരു 12ൽ പഠിക്കുന്ന, അത് CBSEയിലെ 6th ലാംഗ്വേജ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് താങ്ങാൻ പറ്റാത്ത പുസ്തകം തന്നെയായിരുന്നു. ഒരു ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്ത ബുക്കായിരുന്നു. അപ്പം നമ്മുടെ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് NEP വന്നപ്പോൾ നമ്മൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ആവശ്യമുണ്ട്. ആ ഒരു കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനൊക്കെ സഹായകമായിട്ടായിരിക്കാം ഒരുപക്ഷെ നോൺ ഡീറ്റെയിൽഡിനെ എടുത്തു കളഞ്ഞിരിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സിലബസിൽ നോൺ ഡീറ്റെയിൽഡ് ഇല്ല, അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് നമ്മൾ എടുത്തു പറയേണ്ട മാറ്റം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ വരുമ്പോൾ വലിയ മാറ്റങ്ങളില്ലാത്ത സിലബസ്. ഈ നോൺ ഡീറ്റെയിൽഡ് മാറ്റിയത് കൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചെറിയ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ബാക്കി വലിയ മാറ്റങ്ങളില്ലാത്ത ഒരു സിലബസ് എന്ന് വേണം നമുക്ക് നമ്മുടെ ഈ വർഷത്തെ സിലബസിനെ കുറിച്ച് പറയാൻ. അപ്പോ നമ്മുടെ സിലബസിനെ കുറിച്ച് ഏകദേശം ഒരു ആമുഖമായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈസ് ഉള്ള ഒരു സിലബസ് ഇവാലുവേഷനിലേക്ക്, അനാലിസിസിലേക്ക് പോയാലോ മുരളി സാർ? 9 മുതലുള്ള. തീർച്ചയായിട്ടും അവിടെ മാറ്റം എന്ന് പറയുന്നത് മറ്റേ നോൺ ഡീറ്റെയിലിന്റെ ക്വസ്റ്റ്യൻ മറ്റേ ടെക്സ്റ്റ് മാറിയിട്ടുണ്ട്. അത് ശരിയാണ്. നമുക്കത് സിലബസ് നോക്കി നമുക്ക് അതിലേക്ക് പതുക്കെ കടക്കാമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും. ഓക്കെ സാർ, നമുക്ക് ഓക്കെ സാർ. നമ്മുടെ 9ാം ക്ലാസ്സിലെ സിലബസിലേക്ക് നമുക്ക് ആദ്യം പോകാം.
ഈ സിലബസിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വലിയ വ്യത്യാസങ്ങൾ എന്ന് പറയാനുള്ളത് ഒന്നും വന്നിട്ടില്ല. ഇപ്പോ പറഞ്ഞ പുസ്തകത്തിൻ്റെത് അല്ലാതെയുള്ള വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. ആദ്യം തന്നെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക. റീഡിംഗ് സെക്ഷനാണ് 9ാം ക്ലാസ്സിന്റെ ആദ്യത്തേത്. കഴിഞ്ഞ വർഷത്തെ അതേ പാറ്റേൺ, വ്യത്യാസം ഒന്നുമില്ല. പോയിട്രിയിൽ 2 പോയിട്രി കൊടുക്കും, അതിൽ നിന്ന് 8 ചോദ്യങ്ങൾ. പിന്നെയുള്ളത് 7 ചോദ്യങ്ങൾ വരുന്ന രണ്ടാമത്തെ പദ്യത്തിൽ നിന്നുള്ളത്. പുസ്തകം എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് ഞാൻ കരുതുന്നു. 9ാം ക്ലാസ്സിന്റെ പാഠപുസ്തകത്തിന് മാറ്റമുണ്ട്, അതാണ് എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം. സിലബസിലേക്ക് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പോകുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറ്റത്തെക്കുറിച്ച് പല ചർച്ചകളും നടന്നിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് പല കാരണങ്ങളുണ്ടെന്ന്. ഒന്ന്, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പുസ്തകം മാറുന്ന രീതി എല്ലാ ക്ലാസ്സുകളിലും ഉണ്ട്. പിന്നെ സാധാരണഗതിയിൽ സ്റ്റേറ്റ് സിലബസിന്റെ പുസ്തകം മാറിയതിന്റെ പിറ്റേ വർഷം നമ്മളുടെ പുസ്തകം മാറാറുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഇതിന് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് പുസ്തകത്തിന്റെ അവൈലബിലിറ്റി തന്നെയാണ്. ഇപ്പോ ഉദാഹരണത്തിന് നമ്മുടെ ഹാൻഡ് ബുക്ക് ഉപയോഗിക്കുന്നവര്, അല്ലെങ്കിൽ സമഗ്ര ഉപയോഗിക്കുന്നവര്, അതും അല്ലെങ്കിൽ ഡിപ്പോയിൽ നിന്ന് പുസ്തകം വാങ്ങുന്നവര്, ഇവരെയൊക്കെ സംബന്ധിച്ച് ഔട്ടായ ഒരു സിലബസ് വെച്ചിട്ടുള്ള ഒരു പാഠപുസ്തകം വെച്ചിട്ടുള്ള പഠിപ്പീരെന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പൊ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് സിലബസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് നമ്മളും ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിന്, കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഉപകാരപ്രദമാകും. അപ്പോൾ പുസ്തകം മാറിയത് അവൈലബിലിറ്റി ഒരു കാരണമായിട്ട് നമ്മൾക്ക് കാണാം എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിപ്പോ സമഗ്ര ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. ടീച്ചേഴ്സ് ടെക്സ്റ്റ് വന്നിട്ടുണ്ട്, ഹാൻഡ് ബുക്ക് വന്നിട്ടുണ്ട്, അത് നമുക്ക് അവൈലബിൾ ആകും, അത് നമുക്ക് റെഫറൻസിന് ഉപയോഗിക്കാം. പക്ഷേ ഈ റെഫറൻസ് CBSE ഒരിടത്തും പറയുന്നില്ല, നമ്മുടെ റെഫറൻസ് ആയിട്ട് ഹാൻഡ് ബുക്ക് ഉപയോഗിക്കാനും പറയുന്നില്ല. അതുപോലെ ഡിപ്പോയിൽ നിന്ന് പുസ്തകം കളക്ട് ചെയ്യുന്നവരുണ്ട്, പിന്നെ ബൈൻഡ് ചെയ്തെടുക്കുന്നവരുണ്ട്, സിറോക്സ് എടുക്കുന്നവരുണ്ട്, ഒക്കെയുണ്ട്. അപ്പൊ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുസ്തകത്തിന്റെ അവൈലബിലിറ്റി ഈ ഒരു 9ാം ക്ലാസ്സിന്റെ പാഠപുസ്തകം മാറിയപ്പോൾ ഗുണകരമാകുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ NEP ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ ഒരു ലെവലിലേക്കുള്ള ടെക്സ്റ്റ് ബുക്കുകളിലും സിലബസിലും തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ മുന്നിൽ കണ്ടായിരിക്കാം CBSE നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മാറിയതെന്ന് കരുതാം. അപ്പോ CBSE സിലബസിൽ ഇത് എടുത്തു പറഞ്ഞിരിക്കുന്നതിനാൽ ഈ വർഷം മുതൽ എല്ലാ സ്കൂളുകളും 9ാം ക്ലാസ്സിൽ ഈ ടെക്സ്റ്റ് ബുക്ക്, അതായത് 2024 SCERT എഡിഷനുള്ള ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിന് CBSE കൃത്യമായി സിലബസിൽ പറഞ്ഞിരിക്കുന്നതിനാൽ നമ്മൾ അത് തന്നെ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടതെന്ന് എല്ലാവരും ഓർക്കുക. ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് കോമൺ ആയിട്ട് അത് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. കൂടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. നമ്മുടെ 2024 ടെക്സ്റ്റ് ബുക്കിലെ ഒരു പോരായ്മയായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്, അതില് എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. 9ാം ക്ലാസ്സിന്റെ പാഠപുസ്തകം വളരെ നല്ല കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെയുള്ള പാഠപുസ്തകം തന്നെയാണ്, കുട്ടികൾക്ക് ഇഷ്ടമാകും. 3 പാർട്ടായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ പാവം CBSE-കാർക്ക് ആ പുസ്തകം പലപ്പോഴും കിട്ടാറില്ല. നമ്മൾ ഫോട്ടോ കോപ്പി എടുത്തും അല്ലെങ്കിൽ ബൈൻഡ് ചെയ്തും ഒക്കെയാണ്. പിന്നെ ചില ഭാഗ്യവാന്മാർക്ക് കളർ പുസ്തകം കിട്ടും, ചിലർക്ക് ഡിപ്പോയിൽ നിന്ന് കിട്ടും, ചിലർ പഴയത് വാങ്ങും. ഏതായാലും കാണാൻ രസമുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു പടങ്ങളൊക്കെയുള്ള പുസ്തകം തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ എഴുത്തുകാരെ കുറിച്ചുള്ള ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച വന്നിരുന്നു. ഇനി മുതൽ CBSE-യുടെ സിലബസ് പ്രകാരം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോ എഴുത്തുകാരെ കുറിച്ച് അതിനകത്ത് സൂചിപ്പിക്കാത്തപ്പോൾ MCQ ചോദ്യങ്ങളിൽ ഇനി മുതൽ എഴുത്തുകാരെ കുറിച്ച് പഠിപ്പിക്കണ്ടേ, ആ ചോദ്യം വേണ്ടേ എന്നൊരു ചർച്ച പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അത് നമുക്ക് പിന്നീട് എല്ലാവരുടെയും അഭിപ്രായം ശേഖരിക്കേണ്ടതുണ്ട്. ഒരു സബ്ജക്റ്റ്, പ്രത്യേകിച്ച് ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊരു പാഠം പരിചയപ്പെടുത്തുമ്പോഴും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എഴുത്തുകാരെയും ആ ഒരു സാഹിത്യ കൃതിയെയും ആ സാഹിത്യ മേഖലയെയും ആ വിഭാഗത്തെയും പരിചയപ്പെടുത്തുക എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഒരു ഭാഷാധ്യാപകന്റെ കടമ തന്നെയാണ്. അപ്പൊ നമ്മൾ അതൊരിക്കലും ആ പുസ്തകത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ ഓരോ രചയിതാക്കളെ കുറിച്ചും നല്ല ഒരു അറിവ് കുട്ടികൾക്ക് കൊടുക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ അത് ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിനകത്ത് തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെയും പ്രശ്നമുണ്ടെങ്കിൽ കൃത്യമായിട്ട് SCERT-യുടെ ഹാൻഡ് ബുക്കിനകത്ത് ആ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം നമ്മുടെ SCERT-യുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഹാൻഡ് ബുക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും നമ്മളത് ഒരു റെഫറൻസിന് ഉപയോഗിക്കാറില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഇനി ആവശ്യമുള്ളവർക്ക് അത് എടുത്ത് ഉപയോഗിക്കാം. അപ്പോ അടുത്ത ചോദ്യം വരുന്നത്, അടുത്ത വർഷം എങ്ങാനും 10ന്റെ പുസ്തകം മാറുകയാണെങ്കിൽ ഈ ഒരു പാറ്റേൺ തന്നെ 10ാം ക്ലാസ്സിന്റെ പുസ്തകത്തിലും വരുമ്പോൾ ബോർഡ് എക്സാമിന് ഈ എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന ഭാഗം നമ്മുടെ പുസ്തകത്തിൽ ഇല്ലാത്തതിനാൽ അത്തരം ചോദ്യങ്ങൾ ഇല്ലല്ലോ എന്നുള്ളതാണ്.
എനിക്ക് തോന്നുന്നു നമ്മള് കോമൺ ആയിട്ട് ഒരു എഴുത്തുകാരനെ കുറിച്ചുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയാൽ എന്തുകൊണ്ട് അതിനകത്ത് ചോദ്യങ്ങൾ അങ്ങനെ വന്നുകൂടാ? ഇപ്പൊ ഉദാഹരണത്തിന് കുമാരനാശാനെ കുറിച്ച് കാലങ്ങളായിട്ട് നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ കാലത്തും പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കുമാരനാശാൻ. അദ്ദേഹത്തെ കുറിച്ചുള്ള പഠനങ്ങള്, നിരീക്ഷണങ്ങള്, അദ്ദേഹത്തെ കുറിച്ചുള്ള വിശേഷണങ്ങൾ കാലാകാലങ്ങളിൽ മാറി വരുന്നു. പക്ഷെ പൊതുവായിട്ട് നമുക്കറിയാവുന്ന ഇപ്പൊ ഭാവഗായകനാണ്, സ്നേഹഗായകനാണ്, ഗംഭീരനാണ്, മഹാകാവ്യം എഴുതാത്ത ആളാണ്. ഇത്തരം കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നമുക്ക് കൊടുത്തുകൂടാ? അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ, കവിയുടെ പ്രത്യേകതകൾ, രചനയുടെ പ്രത്യേകതകൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ഇതൊക്കെ നമുക്ക് തീർച്ചയായും സൂചിപ്പിച്ചു പോവുകയും ക്വസ്റ്റ്യനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യവും എന്റെ കാഴ്ചപ്പാട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ ഒരു പോർഷൻ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും അത് പബ്ലിഷ് ചെയ്തപ്പോൾ ഒരു കുറവ് തന്നെയാണ്. പക്ഷെ അതിന് നമ്മൾ മറികടന്ന് ഹാൻഡ് ബുക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എഴുത്തുകാരെ കുറിച്ച് കൂടുതൽ അറിഞ്ഞോ നമ്മൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക തന്നെ വേണമെന്ന് സിലബസിലേക്ക് കടക്കുന്ന മുമ്പ് ഒന്ന് സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് സിലബസിലേക്ക് പോയാൽ ഇപ്പോ സൂചിപ്പിച്ചതുപോലെ റീഡിംഗ് സെക്ഷൻ എടുക്കുക. ഈ റീഡിംഗ് സെക്ഷനിൽ 8 മാർക്കിന്റെ 7 മാർക്കിന്റെ 2 പോയട്രി വരുന്നുണ്ട്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അതിനൊരു മാറ്റവുമില്ല, കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ. ദെൻ ക്രിയേറ്റീവ് റൈറ്റിംഗിലേക്ക് വരുമ്പോൾ മോഹൻദാസ് സാർ സൂചിപ്പിച്ച പോലെ 200 വാക്കുകളിൽ എഴുതാനുള്ള എസ് റൈറ്റിംഗ് ഉണ്ട്, ദെൻ ലെറ്റർ റൈറ്റിംഗ് ഉണ്ട്, ന്യൂസ് റിപ്പോർട്ടിംഗ് ഉണ്ട്. ഈ 3ഉം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതാണ്. അതിന് യാതൊരു വ്യത്യാസവുമില്ല, 14 മാർക്കിന്റെ. അപ്പൊ ഇത് പറയുമ്പോൾ 2 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു സൂചിപ്പിച്ചു പോകാമെന്ന് തോന്നുന്നു. ഒന്ന്, എസ് റൈറ്റിംഗിന്റെ കാര്യത്തില് സാറ് പറഞ്ഞ 200 വാക്കുകൾ എനിക്കൊന്ന് കഴിഞ്ഞ വർഷത്തെ സിലബസിലും 200 വേർഡ്സിൽ തന്നെ എഴുതാനായിരുന്നു. മുൻപ് അത് 150, 100 ആയിരുന്നു. ഇപ്പോഴത് 200 ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് CBSE സൂചിപ്പിക്കേണ്ടതാണ്. അതിന്റെ കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കുന്നതിനെ കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാം. നിലവിൽ നമുക്ക് സിലബസ് കിട്ടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്കതിനെ ഓവർകം ചെയ്യാനുള്ള മാർഗമായിട്ട് സ്വീകരിക്കാവുന്ന ചില കാര്യങ്ങള്. ഒന്ന്, നമ്മൾ ഈ പേപ്പർ വാല്യുവേഷന് പോകുമ്പോൾ നമ്മൾ ഒരു കുട്ടി എഴുതിയ എസ് 200 വാക്കുണ്ടോന്ന് എണ്ണി നോക്കുന്നില്ല എന്നാണ് എന്റെ ഒരു അറിവ്. ഒരു 1.5 പേജ് എസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1.5 പേജോട് അടുത്ത് എഴുതിയിരിക്കുന്ന ഒരു എസ്സേക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് റെലവന്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ പൂർണ്ണമായി ഫുൾ മാർക്ക് കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ എല്ലാ വാല്യുവേഷൻ ക്യാമ്പുകളിലും ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് നമ്മളൊരു വലിയ ഇഷ്യൂ ആക്കി എടുക്കാതെ കുട്ടികൾ എഴുതട്ടെ, കുട്ടികൾ എഴുതിയിട്ട് അത് പോയിന്റ്സ് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മളത് മാർക്ക് കൊടുക്കും, കുട്ടികൾക്ക് കിട്ടും എന്നുള്ള ഒരു ധാരണ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമതായിട്ട് നമുക്ക് അതിനകത്ത് ചെയ്യാവുന്ന ഒരു കാര്യം, കുട്ടികളെ നമ്മളൊരു ചെറിയ ക്ലാസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷത്തെ 10ാം ക്ലാസ് ശരിയാണ്, തുടക്കത്തിൽ തന്നെ നമ്മൾ ശ്രമിക്കണേ. ഒരു 8ാം ക്ലാസ് മുതൽ നമ്മൾ സ്വന്തമായിട്ട് റൈറ്റിംഗ് സ്കില്ലിലേക്ക് കൊണ്ടുവന്ന് അവരെ ടൈം മാനേജ്മെന്റ് വെച്ച് എഴുതി ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്, എനിക്കിത് ടൈം വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും ആവറേജിന് താഴെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാകും, സ്ലോ റൈറ്റേഴ്സിനൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇതിനെ നമ്മൾ ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. ഞാൻ ഈ പറഞ്ഞതുപോലെ വാക്കുകൾ എന്നെ നോക്കില്ല എന്നാണ് എന്റെ ധാരണ. അത്യാവശ്യം എല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് CBSE അറിയിക്കാം. നമ്മൾ മറ്റു വഴികളും നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് കരുതുന്നു. രണ്ടാമത്തത് ലെറ്റർ റൈറ്റിംഗ് ആണ്. ലെറ്റർ റൈറ്റിംഗിൽ ഇപ്പോൾ നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിൽ ആപ്ലിക്കേഷൻസ്, ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ, കൊമേഴ്ഷ്യൽ കറസ്പോണ്ടൻസ് ഒക്കെയാണ്. പണ്ട് എനിക്ക് തോന്നുന്നു 2019 മുൻപ് നമുക്ക് നിവേദനം കൊടുക്കാനുണ്ടായിരുന്നു, ബയോഡാറ്റ ചെയ്യാനുള്ള ഉണ്ടായിരുന്നു, പത്രാധിപർക്കുള്ള കത്ത്, എല്ലാ കത്തുകളും ഉണ്ടായിരുന്നു. ഇപ്പൊ വന്ന് നമുക്ക് അത്യാവശ്യം വരുന്ന കത്തുകൾ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ലെറ്റർ, കളക്ടർക്കോ മന്ത്രിക്കോ ഒക്കെയുള്ള കത്തും പത്രാധിപർക്കുള്ള കത്തുമാണ്. ഈ കത്തിന് നിലവിലെ വ്യത്യാസങ്ങളൊന്നും സിലബസിൽ പറയുന്നില്ല. പക്ഷെ കഴിഞ്ഞ 2-3 വർഷങ്ങളായി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഫോർമാറ്റിൽ നമ്മൾ കാണുന്നുണ്ട്. പഴയ ഫോർമാറ്റ്, പുതിയ ഫോർമാറ്റ് എന്നൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഈ വർഷം അതിനെന്തേലും മാറ്റമുണ്ട് എന്നുള്ളത് നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലേ അറിയത്തുള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിലവിൽ നമുക്ക് ലെറ്റർ റൈറ്റിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ വരെ വെയിറ്റ് ചെയ്യാം. അല്ല എങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ എന്ന് കരുതി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. റിപ്പോർട്ട് റൈറ്റിംഗിന് വ്യത്യാസമൊന്നും ഇല്ല, അത് അതേ മാർക്കിൽ തന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നു, ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ വരുന്നത് ഗ്രാമർ ആണ്. ഇത്തവണത്തെ എല്ലാവരും ശ്രദ്ധിച്ച് കാണാൻ 4 സെക്ഷനായി തിരിച്ചിട്ടുണ്ട്. ABCD എന്ന് തിരിച്ചിട്ടുണ്ട്. D സെക്ഷനിലാണ് നമ്മുടെ ലിറ്ററേച്ചർ വരുന്നത്, C സെക്ഷനിൽ ഗ്രാമർ ആണ് വരുന്നത്. അത് അവിടെ ഒരു വ്യത്യാസം വന്നിട്ടുള്ളതൊന്ന് നോട്ട് ചെയ്യേണ്ടത്, നമ്മുടെ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസിനകത്ത് നമുക്കുള്ള ഗ്രാമർ എന്ന് പറയുന്നത് അങ്കവാക്യം, അങ്കിവാക്യം, പ്രയോഗം മാറ്റുക, മേക്കിംഗ് സെന്റൻസ് വാക്യത്തിൽ പ്രയോഗിക്കുക, പിന്നെ തെറ്റിദ്ധരുത്തുക.
കഴിഞ്ഞ വർഷത്തെ സിലബസിൽ ഉണ്ടായിരുന്ന അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസ്, അതായത് വിധി നിഷേധം എടുത്തു കളഞ്ഞിട്ടുണ്ട്. വിധി നിഷേധം എടുത്തു കളഞ്ഞെന്ന് പറയുമ്പോൾ പക്ഷേ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലോ ഇത്തവണത്തെ ബോർഡ് എക്സാമിനോ ഈ സാധനം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സിലബസിൽ കഴിഞ്ഞ വർഷം തന്നിരുന്നു. അതുകൊണ്ട് തന്നെ പലരും അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ വർഷം വിധി നിഷേധം പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 9, 10 ക്ലാസ്സുകളിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് 2 വ്യത്യാസങ്ങളാണ്. ഒന്ന്, നോൺ ഡീറ്റെയിൽഡ് മാറി അതിന്റെ ക്വസ്റ്റ്യൻസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഷോർട്ട് ആൻസേഴ്സിലേക്ക് കയറി വന്നു. രണ്ടാമത്തെ വ്യത്യാസം, ഗ്രാമർ സെക്ഷനിൽ നിന്ന് വിധി നിഷേധം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചു വയ്ക്കോട്ടെ. അത് ഞാൻ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ സഹോദയയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പലയിടത്തുനിന്നും കണ്ടതിനകത്തുണ്ടായ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനും കൂടിയാണ്. അത് ടീച്ചേഴ്സ് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. നമ്മുടെ CBSEയുടെ സിലബസിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസിനകത്ത് എടുത്ത് പറയുന്നുണ്ട് ബേസ്ഡ് ഓൺ ദ ടെക്സ്റ്റ് ബുക്ക് എന്ന്. അതായത് നമ്മൾക്ക് പഠിക്കാനുള്ള പാഠത്തിൽ നിന്ന് മാത്രമേ അങ്കവാക്യം, അങ്കിവാക്യം, പ്രയോഗം മാറ്റുക, തെറ്റ് തിരുത്തുക എന്നിവ ചോദിക്കാവൂ. പക്ഷെ കഴിഞ്ഞ തവണത്തെ, അതായത് ഇത്തവണത്തെ സഹോദയയുടെ പല സഹോദയ ചോദ്യ പേപ്പറുകളിലും ഔട്ട് ഓഫ് സിലബസ് ആയിട്ട്, അതായത് പാഠത്തിൽ നിന്നല്ലാതെ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടിരുന്നു. അത് സാധാരണ CBSEയുടെ ചോദ്യ പേപ്പറിൽ വരുന്ന രീതിയല്ല. പാഠത്തിൽ നിന്ന് തന്നെ ഇത്തരം ചോദ്യങ്ങൾ ഇടാൻ ഒന്ന് ശ്രദ്ധിക്കണം. മറ്റൊന്ന്, വാക്യത്തിൽ പ്രയോഗിക്കാൻ കൊടുക്കുന്നത് ആശയം വ്യക്തമാകും വിധം സ്വന്തം വാക്യത്തിൽ എഴുതുക എന്നുള്ളതാണ്. അതും പാഠപുസ്തകത്തിൽ നിന്നുള്ള വാക്യങ്ങൾ എഴുതാൻ പാടില്ല. കുട്ടികൾ സ്വന്തമായ വാക്യത്തിൽ എഴുതണം. പുതിയ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു പോകുന്നവരൊന്ന് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ കാര്യങ്ങളാണ് ഗ്രാമർ സെക്ഷനിലുള്ളത്. പിന്നെ അതിനകത്തുള്ള ഒരു ചേഞ്ച് എന്ന് പറയാൻ പറ്റിയല്ല, നമ്മുടെ വൊക്കാബുലറി ബിൽഡിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് അർത്ഥം, പര്യായം, അങ്ങനെയുള്ള എതിർലിംഗം പോലെയുള്ള 7 മാർക്കിന്റെ ചോദ്യങ്ങൾ സെക്ഷൻ സിയിലാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതേ ചോദ്യങ്ങൾ തന്നെ ഇത്തവണ 10 MCQ ക്വസ്റ്റ്യൻ ചോദിക്കും. 7 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അത് ഗ്രാമർ സെക്ഷന്റെ C സെക്ഷനിലാണ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മാറ്റമില്ലാത്ത ഒരു വിഭാഗം. മാറ്റമുള്ളത് ഗ്രാമറിൽ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് കടന്നതിന് ശേഷം, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടന്നതിന് ശേഷം നമുക്ക് അതിനകത്ത് 1-2 പോയിന്റും കൂടെ 9ാം ക്ലാസ്സിന്റെ സൂചിപ്പിക്കാനുണ്ട്. ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ 10 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 9 എണ്ണം അറ്റൻഡ് ചെയ്യണം. 9 എന്ന് പറയുമ്പോൾ 9 × 2 18 മാർക്കിന്റെ MCQ ക്വസ്റ്റ്യൻസ് അത് ഉണ്ടാകും. പിന്നെ ഉള്ളത് പ്രോസ് ആൻഡ് പോയട്രിയിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ആൻസർ പദ്യത്തിൽ നിന്നും 4 ക്വസ്റ്റ്യൻ ആൻസർ ഗദ്യത്തിൽ നിന്നും ചോദിക്കും. 3 എണ്ണം എഴുതണം. കഴിഞ്ഞ വർഷം നമുക്ക് 3 എണ്ണം ചോദിച്ചിട്ട് 2 എണ്ണം എഴുതേണ്ടതായിരുന്നു. ചട്ടമ്പി നമ്മുടെ തേജസ്വിയായ വാഗ്മി ഒഴിവാക്കിയപ്പോൾ അതിലെ 3 മാർക്കിന്റെ 2 ചോദ്യങ്ങളെ ഒന്ന് ഗദ്യത്തിലേക്കും ഒന്ന് പദ്യത്തിലേക്കും മാറ്റി കൊടുക്കും. അപ്പൊ നമ്മൾ ഈ വർഷം ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുമ്പോൾ 4 ചോദ്യങ്ങൾ പദ്യത്തിൽ നിന്ന്, 4 ചോദ്യങ്ങൾ ഗദ്യത്തിൽ നിന്ന് കൊടുക്കുക. കുട്ടികൾ അതിൽ നിന്ന് 3 എണ്ണം അറ്റൻഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ 9 18 മാർക്ക് വരും. ഇതാണ് ക്വസ്റ്റ്യൻ മാർക്കിംഗ് സ്കീമില് അല്ലെങ്കിൽ നമ്മുടെ സിലബസിലുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സിലബസില് 10ാം ക്ലാസ്സിന്റെയും 9ാം ക്ലാസ്സിന്റെയും സിലബസിൽ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അനോട്ടേഷൻസ് ആൻഡ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് 50% ഷുഡ് ബി കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ NEP ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുന്ന ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്ന ഇതാണ്. അതായത് കുട്ടികളുടെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, ക്രിയേറ്റീവ് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 50% നമ്മുടെ കോമ്പിറ്റൻസി ബേസ്ഡ് ചോദ്യങ്ങളായിട്ടായിരിക്കും ഇനി നമ്മൾ കൊടുക്കേണ്ട. അപ്പൊ അതിന്റെ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുത്തു തുടങ്ങേണ്ടതുണ്ട്. 10ലും 9ലും 11ലും 12ലും ഒക്കെ ഇത് വരുന്നുണ്ട്. ഇപ്പൊ കോമ്പിറ്റൻസി ബേസ്ഡ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കതില് 1-2 ഉദാഹരണങ്ങൾ ഇപ്പൊ 10ാം ക്ലാസ്സിന്റെ അത് വെച്ച് ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ പറയാം. ചെറിയ 2 ഉദാഹരണങ്ങളൊന്ന് കാണിച്ചു പോയിക്കോട്ടെ. വളരെ ചെറിയ 2 ഉദാഹരണങ്ങളെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതില് 10ൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ മുമ്പ് കൊടുത്തിട്ടുള്ളതാണ്. നോക്കുക, അമ്മത്തൊട്ടിൽ എന്ന 10ാം ക്ലാസ്സിലെ പാഠം. അതിനകത്ത് അമ്മത്തൊട്ടിൽ എന്ന കവിത സമകാലീന കേരളീയ സാഹചര്യത്തിൽ എത്രമാത്രം പ്രസക്തമാണ്. ഇതൊരു കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ അശ്വമേധം എന്ന പാഠം എടുക്കുക. മനുഷ്യ വിജയത്തിന്റെ അശ്വമേധം എന്ന വയലാർ കവിതയെ വിശേഷിപ്പിക്കാമോ? പാഠവുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുക. ഈ 2 ചോദ്യങ്ങളും നോക്കിയാൽ അതിനകത്ത് കുട്ടികളുടെ ഒരു സ്കിൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് വരുന്നുണ്ട്. മുമ്പ് നമ്മൾ ഇപ്പം കടൽ തീരത്ത് പൊതിച്ചോർന്ന വസ്തുവിന് കഥയിലുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഠത്തിൽ നിന്ന് കുട്ടികൾക്ക് നമ്മൾ കൊടുത്ത ആൻസർ അതേപടി എഴുതുന്ന ഒരു രീതിയിൽ നിന്ന് മാറി ഇത്തരം ഒരു ചോദ്യം കിട്ടുമ്പോൾ കുട്ടിയുടെ തന്നെ ആശയം അവരുടേതായ രീതിയിലേക്ക്
എഴുതുന്ന ഒരു വ്യത്യാസം വരികയാണ്. അപ്പോ മനുഷ്യ വിജയത്തിന്റെ അശ്വമേധം എന്ന വയലാർ കവിതയെ വിശേഷിപ്പിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി അത് വിശേഷിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് അവൻ അതിനെ പ്രൂവ് ചെയ്ത് അതിന് നമ്മൾ മാർക്ക് കൊടുത്തേ പറ്റും. അപ്പൊ അവിടെ കുട്ടിയുടെ ആശയം വരികയാണ്. അപ്പോ ഈ ഒരു രീതിയിലേക്കായിരിക്കാം ഇനി നമ്മുടെ ചോദ്യങ്ങള് CBSE സിലബസിൽ മാറ്റം വരും. 50% ചോദ്യങ്ങൾ ഇങ്ങനെ ആയിരിക്കും. അത് നമ്മൾ ഇനി വരുന്ന നമ്മുടെ PT എക്സാംസിൽ അല്ലെങ്കിൽ സ്കൂളിൽ നടത്തുന്ന എക്സാംസിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോഴും ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ കരുതുന്നു. പിന്നെയുള്ളത് നമ്മുടെ ഇന്റേണൽ മാർക്കിന്റെ കാര്യമാണ്. നിലവിൽ അതിന് വ്യത്യാസം ഒന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ 20 മാർക്ക് ഇന്റേണൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഏതാണ് പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ സബ്ജക്ട് എൻറിച്ച്മെന്റ് ഉണ്ടാവും, പോർട്ട്ഫോളിയോ ഉണ്ടാവും, ആർട്ട് ഇന്റഗ്രേറ്റഡ് ഉണ്ടാകും. ആർട്ട് ഇന്റഗ്രേറ്റഡിന് നിലവിൽ നമുക്ക് സ്റ്റേറ്റ് മാറുന്നതായിട്ട് അറിയിപ്പ് കിട്ടിയിട്ടില്ല. അപ്പൊ അറിയിപ്പ് കിട്ടുന്നതിനനുസരിച്ച് മാറ്റം നമ്മൾ വരുത്തണം. ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് തന്നെ വെച്ച് നമ്മൾ ആർട്ട് ഇന്റഗ്രേറ്റഡ് ചെയ്തു പോകുന്നു. ഇന്റേണൽ അസസ്മെന്റിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഇതാണ് ഏകദേശം 9ാം ക്ലാസ്സിന്റെ ഒരു സിലബസ് ആൻഡ് മാർക്കിംഗ് സ്കീമിന്റെ ഒരു വിഹക വീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പാഠത്തിലേക്ക് കടന്നില്ല, അതിനെക്കുറിച്ച് ചെറിയ ഒരു ഇൻട്രഡക്ഷനോടെ കൊടുക്കാമെന്ന് കരുതുന്നു. സിലബസ് റിലേറ്റഡ് ആയ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൂചിപ്പിക്കാനുണ്ടെങ്കിൽ മോഹൻദാസ് സാറ് മുരളി സാറോ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് പറഞ്ഞിട്ട് കടക്കാൻ തോന്നുന്നു അതിലേക്ക്. സംശയമുണ്ട്. അതായത് ഈ ട്രാൻസ്ഫോർമേഷൻ സെന്റൻസിൽ 6 ചോദ്യം വരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊരു തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം 4 ചോദ്യം 2 മാർക്കിന് 4 കാര്യങ്ങളെ അതിലുള്ളൂ. ശരിയാണ് സാറേ, ഇത് ശരിയാ. സിലബസിൽ നമ്മുടെ 9ൽ മാത്രമല്ല 9, 10, 11, 12 വരുമ്പോ സിലബസിലും മാർക്കിംഗ് സ്കീമിലും തമ്മിൽ ചെറിയ ചെറിയ ചേഞ്ചസ് പലയിടത്തും കിടപ്പുണ്ട്. അത് എല്ലാവരും നോട്ട് ചെയ്ത കാര്യമായിരിക്കും. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇത് പറ്റിയിട്ടുള്ളതാണത്. അതെ, അത് നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ ഫോളോ ചെയ്യാൻ ആ മാർക്കിംഗ് സ്കീം എടുക്കുക, അതുപോലെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ അതിന്റെ മോഡല് കീപ്പ് ചെയ്യുക. അതായിരിക്കും നമുക്ക് ചെയ്യാൻ ഇപ്പോൾ പറ്റുക. അതല്ലാതെ ഒരു അഴിച്ചുപണിത സിലബസ് ഇനിയിപ്പോ CBSEയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് വ്യക്തതയില്ല. ഇല്ല എങ്കിൽ നമുക്ക് മാർക്കിംഗ് സ്കീം ശരിയായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഊഹം. അതും നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംശയത്തിന് മാറ്റം. അത് മാത്രമല്ല, വേറെ ചിലയിടത്തും ഉണ്ട് ഇതുപോലെയുള്ള ഒരു ചേരായ്മ വന്നിട്ടുണ്ട്. 10ന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും 11ലും ഒക്കെ ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് ചിലപ്പോ പെട്ടെന്ന് ചെയ്തപ്പോ പറ്റിയതാവാം. അതുപോലെ തന്നെ സാറേ, ചില ആ മാർക്കിംഗ് സ്കീമിൽ തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതിനകത്ത് സാർ ശ്രദ്ധിച്ചായിരിക്കും നമ്പർ ഓഫ് വരെയേ ഉള്ളൂ, ക്വസ്റ്റ്യൻസ് അതില്ല. ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ അതിന്റെയൊക്കെ പ്രിന്റ് എടുത്തിട്ട് കോപ്പി ഉണ്ടാക്കിയിരുന്നേ. അതൊരു സത്യമാണ്. പക്ഷെ അതൊന്നും കാര്യാക്കണ്ട. നമുക്ക് വേണ്ടത് മാർക്കുകൾ എത്രയാണ്. 6 ക്വസ്റ്റ്യൻ സംശയം അതേ ഉള്ളൂ. പിന്നെ അത് സാറ് നമുക്ക് ഇങ്ങനെയും വരാം. 6 ചോദ്യം എന്ന് പറയുമ്പോ ഞാനൊന്ന് സിലബസ് ഒന്ന് നോക്കട്ടെ. 4 ഐറ്റമേ ഉള്ളൂ, അതുകൊണ്ടാണ് സാറേ. അതെ, മോഹൻദാസ് സാറ് പറയുന്ന പോലെ 2 പ്രയോഗം, 2 അംഗവാക്യം, 2 തെറ്റിദ്ധരിക്കുക. അതെ അതെ. അപ്പൊ കുട്ടി എഴുതുമ്പോ പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിന്ന് 2 വെച്ച് ചെയ്യേണ്ടി വരുമായിരിക്കും. ചോയ്സ് ഇല്ല അവിടെ. അതാണ്. അതെ 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 അതെ. വാക്യത്തിൽ പ്രയോഗിക്കലിന് മാത്രമേ ഉള്ളൂ. 3 തന്നിട്ട് 2 എഴുതുണ്ടാവും. അതെ അതെ അതെ. അതുണ്ട്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയും ഇനി വരുന്ന വർഷങ്ങളിലേക്ക് അവിടെ ഒരു മാറ്റം വരുത്തേണ്ടതും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്കൊന്ന് നമ്മുടെ ഈ 4 സെക്ഷനായിട്ട് തിരിച്ചിരിക്കുന്ന 9ാം ക്ലാസ്സിന്റെ സിലബസില് മാർക്കിംഗ് സ്കീമില് നമ്മൾ ശ്രദ്ധിക്കേണ്ട മാറ്റങ്ങൾ ഇത്രയേ ഉള്ളൂ. വിധി നിഷേധം മാറി, ഉപപാഠ പുസ്തകം മാറി, പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിനകത്ത് എണ്ണം കൂടിയിട്ടുണ്ട്. ഇത്രയുമാണ് 9ാം ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു പോകാം. ഇല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ പാഠപുസ്തകത്തിലേക്കും കൂടെ ഒന്ന് നോക്കിയിട്ട് 10ലേക്ക് കടക്കാമെന്ന് കരുതുന്നു. മാം, ആ കോമ്പറ്റൻസ് ക്വസ്റ്റ്യൻസിന്റെ അതിലൊന്ന് കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എഴുത്തുകാരെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ. അതും ഓരോ നമുക്കിപ്പോ സെലക്ട് ചെയ്തിട്ടുള്ള ലെസൺസ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പല വിഷയങ്ങളുമായിട്ടും വളരെ ബന്ധമുള്ള കാര്യങ്ങളാണ്. അത് ഓരോ ലെസൺസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിപ്പോ 10ന്റെ ആയാലും 9ന്റെ ആയാലും ഇതിനൊക്കെ നമുക്ക് അതിലേക്കാണ് സാർ ഞാൻ വരുന്നത്. മാം കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, നമുക്ക് തൽക്കാലം 9ാം ക്ലാസ്സിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് പോകാം. ഈ പാഠപുസ്തകം എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. എനിക്കൊന്ന് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാവരും പാഠപുസ്തകത്തിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞു.
അതുപോലെ തന്നെ പാഠപുസ്തകത്തിന്റെ ബേസിൽ നോട്ടുകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തുനിന്നും കിട്ടിയ അഭിപ്രായം അനുസരിച്ച് നമുക്ക് നമ്മുടെ കേരള പാഠാവലി 3 ഭാഗങ്ങളായിട്ട്, ഭാഗം 1, ഭാഗം 2 അടിസ്ഥാന പാഠാവലി, ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നതിനകത്തുനിന്ന് 3-ൽ നിന്നും നമുക്ക് പാഠങ്ങൾ സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതില് ഒന്നാമത്തെ ഭാഗത്തിൽ നമുക്ക് പഠിക്കാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ചെറുപ്പത്തിൽ പഠിച്ചതും ഒരുപക്ഷെ പല ക്ലാസ്സുകളിലും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതുമായ ചണ്ഡാലഭിക്ഷുകിയിലെ കവിത തന്നെയാണ്, ആദ്യ സുഹൃതഹാരങ്ങൾ. ഇപ്പോഴും നമ്മൾ അതിനകത്തെ വരികളൊന്നും മറന്നു പോയിട്ടില്ല, അല്ലെ? പുണ്യശാലിനി നീ പകർന്നിടും ആ തണ്ണീർ തന്നയുടെ ഓരോരോ തുള്ളിയും, അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പൊ ആ ഒരു പാഠമുണ്ട്. പിന്നെയുള്ളത് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന് പറയുന്ന മാതൃസ്നേഹവുമായി ബന്ധപ്പെട്ട പാഠമാണ്. ഈ ഒരു അമ്മ എന്ന പാഠത്തെ നമ്മുടെ 10ാം ക്ലാസ്സിലെ അമ്മത്തൊട്ടിലുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പോകാവുന്നതാണ്. രണ്ടിനകത്തും പറയുന്ന വിഷയം ഏകദേശം ഒന്നൊക്കെ തന്നെയാണ്. അപ്പൊ അവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഈ 2 പാഠങ്ങളും നമുക്ക് രസകരമായിട്ട് പഠിപ്പിച്ചു പോകാവുന്നതാണ്. ഒന്നാമത്തെ സെക്ഷനിൽ നിന്ന് പിന്നെയുള്ളത് പുളിമാവ് വെട്ടി ഇടശ്ശേരിയുടെ കവിതയാണ്. കുറെ കാലമായിട്ട് ഇടശ്ശേരിയുടെ കവിതകൾ നമുക്കില്ലായിരുന്നു. ഇതൊരു പ്രകൃതി പരിസ്ഥിതി ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന കവിതയാണ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു പാഠവും കൂടി നമുക്ക് പഠിക്കാനുണ്ട്, നമ്മുടെ തിരുനെല്ലൂരിന്റെ തരിശു നിലങ്ങളിലേക്ക് എന്ന കവിത. അത് കൃഷിയും പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോ അങ്ങനെയുള്ള 2 പാഠങ്ങൾ നമുക്കുള്ളത് പുളിമാവ് വെട്ടിയും തരിശു നിലങ്ങളിലേക്കുമാണ്. ഇത് രണ്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ലെസൺസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മാധവിക്കുട്ടിയുടെ കഥ, അത് മാധവിക്കുട്ടിയുടെ കഥ കുറെ നാളായിട്ട് നമുക്ക് മുമ്പിലുണ്ടാണ്. നേരത്തെ കീറി പൊളിഞ്ഞ ചകലാസ് ഉണ്ടായിരുന്നു, നെയ്പായസം ഒരിക്കലും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലെ? അപ്പോ ഈ ഒരു സുഹൃതഹാരങ്ങൾ, അമ്മ, പുളിമാവ് വെട്ടി, തരിശു നിലങ്ങളിലേക്ക്, ഇത്രയുമാണ് ഭാഗം 1-ൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന പാഠങ്ങള്. ഭാഗം 2-ലേക്ക് പോകുമ്പോൾ അതിനകത്തുനിന്നുള്ളത് അരുവിപ്പുറത്ത് നിന്ന് എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു പാഠമാണ്. ഈ പാഠം കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞാൻ പലപ്പോഴും ഓർത്തിട്ടുള്ള ഒരു കാര്യമുണ്ട്, എനിക്കറിയില്ല നമ്മുടെ അധ്യാപകരൊക്കെ ഓർത്തിട്ടുണ്ടായിരിക്കും. മലയാള സാഹിത്യത്തിലെ എടുത്തു പറയേണ്ട എഴുത്തുകാരിൽ ഒരാളായിരുന്നു ഗുരുദേവൻ. പക്ഷെ ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ ഗുരുദേവന് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിലേക്ക് അദ്ദേഹം മാറ്റപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ രചനകൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നും പ്രസക്തമായി നിൽക്കുന്ന ഗഹനമായ ആശയങ്ങളുള്ള രചനകൾ തന്നെയാണ്. ഇത് കുട്ടികളിലേക്ക് എത്തേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറത്ത് നിന്ന് എന്നുള്ളത് ഒരു അദ്ദേഹത്തിന്റെ രചനയൊന്നും അല്ല എങ്കിൽ തന്നെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവിത കഥയാണ്. അപ്പോ അത് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് നമുക്ക് എടുത്ത് ഇനി വരും കാലങ്ങളിലും ഗുരുദേവന്റെ പാഠങ്ങൾ വരണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. 11ാം ക്ലാസ്സിൽ ഇത്തവണ അനുകമ്പ എന്ന പാഠമാണെന്ന് തോന്നുന്നു, ഒരു ചെറിയ കവിത ഗുരുദേവന്റെ വന്നിട്ടുണ്ട്, വളരെ ഗഹനമായ ആശയമുള്ള കവിത. അപ്പൊ ആ ഒരു പാഠം കണ്ടപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും സന്തോഷം തോന്നി. അരുവിപ്പുറത്ത് നിന്ന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു ലെസൺ ഉണ്ട്. പിന്നെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ, MR രേണുകുമാറിന്റെ അത്ര നമുക്ക് കുട്ടികൾക്ക് പരിചിതനല്ലാത്ത എഴുത്തുകാരനാണ്. പക്ഷെ വരട്ടെ, പുതിയ തലമുറയിൽ നിന്നുള്ള എഴുത്തുകാരുടെ പാഠങ്ങളും വരട്ടെ. അത് മനോഹരമായ ഒരു വാങ്മയ ചിത്രമാണ് ആ ഒരു പാഠം. ആ പാഠമുണ്ട്. പിന്നെ 2 വിവർത്തനങ്ങൾ വരുന്നുണ്ട് നമ്മൾക്ക് ഇത്തവണ 9ാം ക്ലാസ്സിൽ. ഒന്ന് നമ്മുടെ ചാർലി ചാപ്ലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ വിവർത്തനവും, മറ്റൊന്ന് ഭക്ഷണവും ആരോഗ്യവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിവർത്തനം. അങ്ങനെ 2 വിവർത്തന രചനകളുണ്ട്. മഴ പെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്, കാരണം എന്റെ കണ്ണുനീർ ആരും കാണില്ലല്ലോ എന്ന് ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അത് അത്ര പരിചിതമല്ല. അപ്പം ചാപ്ലിന്റെ സിനിമകൾ കാണുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ പുതിയ തലമുറയ്ക്ക് ചാർലി ചാപ്ലിൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ പാഠം പ്രയോജനകരമാവുമെന്ന് നമുക്ക് കരുതാം. അപ്പം അതാണ് ഭാഗം 2-ൽ നിന്നുള്ളത്. അടിസ്ഥാന പാഠാവലിയിലേക്ക് വരുമ്പോൾ ഞാൻ ഇപ്പൊ സൂചിപ്പിച്ച ഭക്ഷണവും ആരോഗ്യവും എന്ന് പറയുന്ന വിവർത്തന പാഠമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും എല്ലാ തവണയുള്ള പോലെ ഒരു തിരക്കഥ പഠനമുണ്ട്. ദയ, ഈ ദയ എനിക്ക് തോന്നുന്നു നമ്മുടെ 1001 രാവുകളിലെ കഥ വെച്ച് MT വാസുദേവൻ നായർ ചെയ്തതാണ്. അപ്പൊ അവിടെ നമുക്ക് 1001 രാവുകൾ പരിചയപ്പെടുത്താനുള്ള ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. തിരക്കഥ, ശരിക്കും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ഇന്നത്തെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അതിനൊരു ഉദാഹരണമായിട്ട് ദയ എന്നുള്ള ആ MTയുടെ തന്നെ ഒരു രചന നല്ലതാണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ നമ്പ്യാരുടെ അല്പം വല്ലോ ഭുജിക്കുന്നു, ഭക്ഷണവുമായി ബന്ധപ്പെട്ട, അവിടെ മുരളി സാറിനെ പോലുള്ളവർക്കല്ലേ സാറേ കുഞ്ചൻ നമ്പ്യാരായിട്ട് ആടി തിമർത്ത് വേണമെങ്കിൽ പഠിപ്പിക്കാനൊക്കെ സാധിക്കുന്ന ഒരു നമ്പ്യാർ കൃതിയും കൂടി വന്നിട്ടുണ്ട്. അപ്പോ എനിക്കൊന്ന് 9ലെ പാഠങ്ങൾ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്കൊന്നും ഒറ്റ വായനയിൽ തോന്നിയിട്ടില്ല. നമുക്കങ്ങ് പൊളിക്കാം, അല്ലെ? ഒരു പുതുമയൊക്കെ വരട്ടെ. കുറെ കാലമായില്ലേ നമ്മൾ മറ്റേ പുസ്തകമൊക്കെ പഠിപ്പിച്ച് മടുത്തിരിക്കുന്നു.
അല്ലേ മുരളി സാറേ? അപ്പോ സിനിമയുമുണ്ട്, അതും പ്രയോജനപ്പെടുത്താം. അതെ, മഞ്ജു വാര്യർ തീർച്ചയായിട്ടും അഭിനയിച്ച തീർച്ചയായിട്ടും. അതെ അതെ അതെ, മഞ്ജു വാര്യർ അഭിനയിച്ച സിനിമ നമുക്ക് കാണിക്കാം. ഞങ്ങളൊക്കെ കഴിഞ്ഞ വർഷം അങ്ങനെയാണ് കേട്ടോ. നമുക്ക് തിരക്കഥ വന്നിരുന്ന സമയത്ത് ഏതായിരുന്നു നമ്മൾ ചെയ്തത്? നമ്മുടെ ദിവിൽ ഉണ്ണികൃഷ്ണനൊക്കെ അഭിനയിച്ച ആ പാഠമായിരുന്നല്ലോ, ഒരു ചെറുപുഞ്ചിരി. ഒരു ചെറുപുഞ്ചിരി. അത് ഞങ്ങള് ശരിക്കും പാഠം പഠിപ്പിച്ചേയില്ല, കുട്ടികളെ ഇതിട്ട് കാണിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാം. ചാപ്ലിന്റെയും കാണിക്കാൻ പറ്റും. ചാപ്ലിന്റെ കാണിക്കാം, തീർച്ചയായിട്ടും. ചാപ്ലിന്റെ ഒക്കെ ആ സിംഹക്കൂടിന്റെ അടുത്ത് പോയിട്ടുള്ള ആ ഒരു സീനൊക്കെ കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്കുണ്ട്. അത് നമുക്ക് 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ ഓഡിയോ വിഷ്വലിനെ കുറിച്ചുകൂടെ ഒന്ന് സൂചിപ്പിക്കണം, ഞാൻ ഓർത്തിരിക്കുകയായിരുന്നു സാർ ഇപ്പൊ പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പൊ നിലവിൽ ഇതാണ് 9ന്റെ അവസ്ഥ. ഓക്കെ ആണെങ്കിൽ നമുക്ക് 10ലേക്ക് പോകാം. സമയം അതിക്രമിക്കുന്നത് കാണുന്നുണ്ട്. കാരണം എല്ലാവരും നമ്മുടെ ഈ 10ാം ക്ലാസ്സിനെ നോക്കി എല്ലാവരുടെയും പേടിയും അതാണല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് തീരട്ടെ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ഇടയിൽ അതാണ് കേട്ടോ. ഓക്കെ ആയിക്കോട്ടെ സാർ, ഞാൻ അല്പ സ്പീഡിൽ പോണുണ്ട്. സ്പീഡിൽ പൊക്കോളൂ. കാരണം എന്താ വെച്ചാൽ സമയം ഒരു വലിയ പ്രശ്നമാണ്. അതെ അതെ, നമ്മളെല്ലാരും ബിസിയാണ്. ഓക്കെ, 10ാം ക്ലാസ്സിലെ സിലബസിലേക്ക് പോകുമ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 4 പുതിയ പാഠങ്ങൾ വരുന്നുണ്ട്. അതിലെ 3 പാഠങ്ങൾ നോൺ ഡീറ്റെയിൽഡ് ഒഴിവാക്കിയത് കൊണ്ട് വന്നിരിക്കുന്നതും, ഒരു പാഠം മുൻപുണ്ടായിരുന്ന പണയം മാറിയിട്ട് കയറി വന്നിരിക്കുന്നതുമാണ്. അതായത് നമ്മൾ ഈ സന്തോഷ് കുമാറിനെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് തകഴിച്ചേട്ടനെ കയറ്റി മുന്നോട്ട് വെച്ചു. കുറെ കാലമായില്ലേ തകഴിച്ചേട്ടനെ കണ്ടിട്ടെന്ന് ഓർത്തായിരിക്കാം. പ്ലാവിലക്കഞ്ഞ് കയറി വന്നിട്ടുണ്ട്, പണയം മാറിയിട്ടുണ്ട്. പണയമൊക്കെ പഠിപ്പിച്ചു പോയവരുണ്ടെന്ന് തോന്നുന്നു ചിലര്. സാരയില്ല, ഒരു ചെറിയ കഥയല്ലേ. പിന്നെ നമുക്ക് നമ്മൾ പറഞ്ഞ വയലാറിന്റെ അശ്വമേധം, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളുടെ വിവർത്തനം, സുകുമാർ അഴീക്കോടിന്റെ പത്രനീതി, ഇങ്ങനെ 4 ലെസൺസ് ആണ് പുതിയതായിട്ട് കയറി വന്നിരിക്കുന്നത്. ഇതിലെ പത്രനീതി താരതമ്യേന ചെറിയൊരു പാഠമാണ്, ഒരുപാട് ചോദ്യങ്ങളൊന്നും വരുന്ന ഒരു പാഠമല്ല. പിന്നെ അതിനകത്ത് തീർച്ചയായിട്ടും ആ അഴീക്കോടിൻ്റെതായ ഒരു ഭാഷയുടെ പ്രത്യേകത ഉണ്ടാവും, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ വലിയ പ്രശ്നക്കാരനായ ഒരു പാഠമായിട്ട് എനിക്ക് അതിനെ തോന്നിയില്ല. ഈ ഒരു പാഠം നമുക്ക് നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ കോവിഡിന്റെ സമയത്ത് 10 പാഠങ്ങൾ ഉണ്ടായിരുന്നപ്പം വന്നിരുന്ന ഒരു ലെസണിലെ ഒന്ന് പിന്നെ കട്ടായി പോയതാണ്. പിന്നെ ഉള്ളത് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളാണ്. ഈ പാവങ്ങൾ എന്ന് പറയുന്ന പാഠം വേൾഡ് ക്ലാസിക് ആണ്, എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഈ വെക്കേഷനൊക്കെ ഇരുന്നുകൊണ്ട് എല്ലാവരും പാവങ്ങളൊക്കെ ഇത് വായിക്കുന്നത് നല്ലതായിരിക്കും. എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഈ പാവങ്ങള് നമ്മുടെ NBSന്റെ, പക്ഷെ ഇത് നമ്മുടെ നാലപ്പാട് നാരായണമേനോന്റെ അല്ല. അപ്പോ പാവങ്ങള് നമ്മള് പഠിച്ചിരുന്ന കാലത്ത് വായിച്ച കഥയാണ്. ഒരുപക്ഷെ നമ്മുടെ കുട്ടികള് ഇപ്പൊ നമുക്ക് പഠിക്കാൻ വെച്ചിരിക്കുന്ന ഭാഗവും എവിടെയെങ്കിലും പഠിക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടാകും. കാരണം മുമ്പ് നമ്മളൊക്കെ പഠിക്കുമ്പോൾ ബിഷപ്സ് കാൻഡിൽ സ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അത് ഇംഗ്ലീഷിലുണ്ടായിരുന്നു ഡ്രാമയായിട്ട്. ഇംഗ്ലീഷിലെ ഹിന്ദിയിലെ മോറൽ എഡ്യൂക്കേഷനകത്തൊക്കെ ഈ ഒരു ഭാഗം പലപ്പോഴും കുട്ടികൾ പഠിച്ചു പോയിട്ടുള്ള, അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടുള്ള പാഠമായിട്ട് വരാൻ വഴിയില്ല. ആകെ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഈ കൃതി നമ്മൾ ആദ്യം ഒന്ന് വായിക്കുകയും പിന്നെ നമ്മള് കുട്ടികളെ അതുമായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ മാം, നീതിപീഠം എന്നൊരു സിനിമ ഉണ്ട്, അതും അത് തന്നെയാണ്. മധു അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് പാവങ്ങളുടെ, മറക്കരുത്, നീതിപീഠം. പാവങ്ങളുടെ അതേ സാധനമാണ്. അതില് മറ്റേ ജാവേറായിട്ട് ഉമ്മറും ഈ ജീൻവാൽജീനായിട്ട് മധുവാണ് അഭിനയിച്ചിട്ടുള്ളത്. വളരെ പിള്ളേർക്ക് അത് പ്രയോജനം ചെയ്യും, അതാണ്. ഓക്കെ, കണ്ടിന്യൂ മാം. ഓക്കെ സർ. ഈ പാവങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ഓർത്ത് അതിന്റെ കഥ എല്ലാവരും ഒന്ന് അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് പഠിക്കാനുള്ള വളരെ ചെറിയൊരു ഭാഗമാണ്. ജീൻവാൽജീൻ എങ്ങനെ നല്ലവനാകുന്നതിലേക്ക് പോകുന്ന ഒരു കാരണം മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥയും അതിനുശേഷം ജീൻവാൽജീൻ ആരാകുന്ന അവസ്ഥയും കൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണത്. നമുക്ക് അധികം എന്താ പറയാ പീരീഡുകൾ ഇല്ലാതെ തന്നെ ആ പാഠം തീർക്കാൻ പറ്റും. അപ്പൊ പത്രനീതിയായി, നമ്മൾ പറഞ്ഞ പ്ലാവിലക്കഞ്ഞിയായി, വിക്ടർ ഹ്യൂഗോയുടെ ഈ പാഠമാണ്. ഇനിയുള്ളത് അശ്വമേധം. അശ്വമേധം 2019 വരെ 10ാം ക്ലാസ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പാഠമാണ്. അതുകൊണ്ട് തന്നെ പഴയ ടീച്ചേഴ്സിന് അത് പഠിപ്പിക്കാൻ വലിയ പാട് വരികയില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം പീരീഡ് കൂടുതൽ വേണ്ട ഒരു പാഠം തന്നെയാണ്. ഒരുപാട് കാര്യം അശ്വമേധത്തെ കുറിച്ച് പറയാനുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എല്ലാ സ്കൂളുകളും ഇപ്പോൾ ഓൾമോസ്റ്റ് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ ഓഡിയോ വിഷ്വൽസ് ഒക്കെ യൂസ് ചെയ്ത്, വീഡിയോസ് ഒക്കെ യൂസ് ചെയ്ത് ഈ അശ്വമേധത്തെ പഠിപ്പിച്ച കുട്ടികളിലേക്ക് പെട്ടെന്ന് ഈ കവിത എത്തും. ഇപ്പോ നമ്മുടെ മധുസൂദനൻ നായർ സാറിന്റെ ഒക്കെ ആ അശ്വമേധം കവിത ഒന്ന് 2 തവണ കുട്ടികളെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ അതുമായിട്ട് ഫെമിലിയർ ആവും. പിന്നെ നമുക്കതങ്ങ് പറഞ്ഞു കൊടുത്ത് പോയാൽ മതി. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല, നമ്മൾ അതിനകത്തെ എന്താ പറയാ, ഈശ്വരനല്ല, മാന്ത്രികനല്ല, ഞാൻ
പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം എന്നൊക്കെ പാടുമ്പോൾ നമുക്ക് കുളിര് കോരും, രോമാഞ്ചം ഉണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അവരെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഡ്യൂട്ടിയാണ്. അതിന് നമുക്ക് പല വഴികൾ ഉപയോഗിക്കാം. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓഡിയോ വിഷ്വൽസും വീഡിയോസും യൂസ് ചെയ്യുക. 2, കവിത മനോഹരമായി ചൊല്ലുന്ന കുട്ടികൾ ക്ലാസ്സിലുണ്ടാവും. ഇവരിൽ ഒരാളെ ഒന്ന് പ്രിപ്പയർ ചെയ്യിച്ചിട്ട് ഈ കവിത ഒന്ന് ചൊല്ലിക്കുക. അതുമല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ മധുസൂദനൻ സാറിന്റെ ക്ലാസ്സുകൾ പോലെയുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ ആലാപനമോ കേൾപ്പിക്കുക. ഇനി അതും അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയ കവിതാരാമം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ഞാനൊക്കെ എപ്പോഴും കേൾക്കുന്നത്. അതിലെ സാകേതം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പില് നമ്മുടെ ചങ്ങമ്പുഴ പാർക്കിനടുത്തുള്ള ഒരു ടീച്ചറിന്റെ നേതൃത്വത്തിൽ ഇഷ്ടം പോലെ മലയാളത്തിലെ ഒട്ടുമിക്ക കവിതകളും വളരെ രസകരമായിട്ട് നമ്മുടെ യങ് ജനറേഷൻ, സരസമ്മ ടീച്ചർ, അത് തന്നെ അതിനകത്ത് ലക്ഷ്മിദാസിന്റെ ഒക്കെ സാർ കേൾക്കുന്നില്ല, അതിലെ ചെറിയ കുട്ടികൾ പോലും അതിനകത്ത് എത്ര രസമായിട്ടാ കവിത ആലപിക്കുന്നത്. അതൊക്കെ ഒന്ന് കുട്ടികളെ കേൾപ്പിച്ചു കൊടുത്താല് ഈ പറഞ്ഞ കുട്ടികൾക്ക് ബോറൊന്നും ഇല്ലാതെ കുട്ടികൾ പാഠം ആസ്വദിക്കും. മാത്രമല്ല, നമ്മളങ്ങോട്ട് ചൊല്ലി അങ്ങ് തകർക്കാമേ. ഈ തൊട്ടപ്പുറത്തെ നമ്മുടെ ക്ലാസ് റൂമിലെ മാത്സുകാരും സയൻസുകാരും ഒക്കെ നിർത്തി വെച്ചിട്ട് നമ്മുടെ അശ്വമേധം കേൾക്കും. നമുക്കവിടെ അങ്ങോട്ട് അല്ലെ സാറേ, നമുക്കത് അങ്ങോട്ട് നന്നായിട്ട് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരാം. സോറി ട്ടോ, ലക്ഷ്മിദാസ് ഇതൊക്കെ പാടിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് 9, 10 ക്ലാസ്സുകളിലെ എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിലുള്ള കവിതകളൊക്കെ പാടിയിട്ട് ഗവൺമെന്റിന്റെ സൈറ്റുകളിൽ ഉണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഇവരുടെ മറ്റേ കേരള ഗവൺമെന്റിന്റെ ഒരു ചാനൽ ഉണ്ടല്ലോ, ഈ ചാനലിലും ഇതിനൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഇഷ്ടം പോലെ മെറ്റീരിയൽസ്, നമ്മുടെ വിക്ടേഴ്സിനകത്ത് ഇഷ്ടം പോലെ സ്റ്റഡി മെറ്റീരിയൽസ്, ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നോട്ട് പോലും ഉണ്ടാക്കാതെ തന്നെ നമുക്ക് പുതിയ അറിവ് തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ലക്ഷ്മിദാസ് ഒക്കെ പാടിയിട്ടുണ്ട്. 9ലെ കവിതകളും 10ലെ കവിതകളും ഒക്കെ പാടിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട്. അതും പ്രയോജനപ്പെടുത്താൻ പറ്റും. ശരിയാണ് സാർ. അപ്പോ നമ്മൾ ഈ പറഞ്ഞ 4 പാഠങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് 10ന്റെ സിലബസിൽ മാറ്റം വന്നിരിക്കുന്ന. നോൺ ഡീറ്റെയിൽഡ് മാറി. നോൺ ഡീറ്റെയിൽഡിന് പകരം നമ്മൾ 9ൽ സൂചിപ്പിച്ചതുപോലെ അതിലെ 2 ചോദ്യങ്ങൾ നമ്മുടെ ഷോർട്ട് ആൻസറിന് അകത്തേക്ക് വരുന്നുണ്ട്. പിന്നെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമറിൽ വന്നിരിക്കുന്ന വിധി നിഷേധം മാറി. പകരം അവിടെ നമ്മൾ സൂചിപ്പിച്ച അങ്കാംഗി വാക്യവും കർത്തരി കർമ്മണിയും തെറ്റിതിരുത്തുകയും വാക്യ നിർമ്മിതിയുമാണ് വന്നിരിക്കുന്നത്. വ്യത്യാസങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. പിന്നെ വേണ്ടത് എന്താ പറയാ, നമുക്ക് ഈ നോൺ ഡീറ്റെയിൽഡ് മാറിയപ്പോ 10 ലെസൺസ് വന്നപ്പോൾ ഡീറ്റെയിൽഡ് സ്റ്റഡി വേണ്ടിവരും, പീരീഡ് കൂടുതൽ വേണ്ടിവരും എന്നൊക്കെ ഒരു ചർച്ച വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഒരു കാര്യം ഓർക്കണം, കോവിഡിന് മുമ്പ് നമ്മൾ ഈ 10 ലെസണും നോൺ ഡീറ്റെയിൽഡും എടുത്തോണ്ടിരുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കിയാൽ നടക്കും. പിന്നെ ഇനി ഇത് സിലബസ് കുറയ്ക്കാൻ പറഞ്ഞാൽ CBSE കുറയ്ക്കും എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പില്ല. അതെ, അത് ശരിയാണ് സാർ. അപ്പൊ ഇത്രയുമാണ് കോമൺ ആയിട്ട് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മള് 9ാം ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ സിലബസിനകത്തെ വേറെ വ്യത്യാസങ്ങൾ ഒന്നും വന്നിട്ടില്ല. ലെറ്റർ റൈറ്റിംഗിൽ വരുന്ന വ്യത്യാസം നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ അറിയാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. എസ്സേ അങ്ങനെ തന്നെ, റിപ്പോർട്ട് മേക്കിംഗ് അങ്ങനെ തന്നെ, ഗ്രാമർ അങ്ങനെ തന്നെ, വിധി നിഷേധം മാറിയെന്ന് മാത്രം ഓർക്കുക. മറ്റ് MCQവിന്റെ അവസ്ഥ അങ്ങനെ തന്നെ. സെക്ഷൻ സിയിലേക്ക് നമ്മുടെ വൊക്കാബുലറി ബിൽഡിങ്ങിനെ എടുത്തിട്ടിട്ടുണ്ട്. അവിടെ 9ലെ അതേ രീതി തന്നെ വരുന്നു. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ വരുമ്പോഴത്തേക്ക് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 4 ചോദ്യങ്ങൾ പദ്യത്തിൽ നിന്ന് 3 അറ്റൻഡ് ചെയ്യുക, 4 ചോദ്യങ്ങൾ ഗദ്യത്തിൽ നിന്ന് 3 അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഇതാണ് 10ാം ക്ലാസ്സിന്റെ സിലബസിനകത്തുള്ളത്. ഇവിടെയും നമ്മൾ ഓർക്കണം 50% കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ മുമ്പ് ഷെയർ ചെയ്ത പോലെയുള്ള പാഠങ്ങളിൽ നിന്ന് അത്തരം ചോദ്യങ്ങൾ വരാം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ഈ കോമ്പിറ്റൻസി ബേസ്ഡ് ചോദ്യം വരുമ്പോൾ ഉണ്ടാകുന്ന 2 പ്രശ്നങ്ങള്, 2 അല്ല 1 പ്രശ്നം ടൈം മാനേജ്മെന്റ്. മോഹൻദാസ് സാർ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ ആലോചിച്ച് എഴുതുമ്പോൾ ടൈം മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നം അവിടെ വരും. സ്വതവേ കുട്ടികൾ കാണാ പഠിച്ചെഴുതുകയും നമ്മൾ കൊടുക്കുന്ന ആൻസർ പഠിച്ചെഴുതുകയൊക്കെ ചെയ്യുന്നവരാണ്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വരുമ്പോൾ കുട്ടി ഇത്തിരി ആലോചിച്ച് എഴുതാറുണ്ട്. പക്ഷെ അത് സ്വാഭാവികമായിട്ടും അവർ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് എഴുതി പോകും. അതിന് നമ്മൾ ചെയ്യേണ്ടത് അവരെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ്. 8ാം ക്ലാസ് മുതൽ നമ്മൾ ഈ ഒരു രീതിയിലുള്ള ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുത്തു വന്നാൽ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ കുട്ടികൾ തീർച്ചയായിട്ടും അവരുടേതായ ലെവലിലേക്ക് ആൻസർ എഴുതും. ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരും. ഇപ്പം സ്റ്റേറ്റ് സിലബസിലേക്ക് കുട്ടികൾ അങ്ങനെയല്ലേ എഴുതുക. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറും എന്നുള്ളത് കൊണ്ട് എനിക്കിതൊരു നല്ല മാറ്റമായിട്ടാണ് തോന്നുന്നത്.
നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്ന് തോന്നും. അല്ലെ, എല്ലാ കാലവും ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്തതുപോലെ നമ്മൾ ഈ കാണാതെ എഴുതി കൊടുത്ത സാധനം കാണാപ്പാഠം പഠിച്ചതിൽ നിന്ന് കുട്ടികൾക്ക് മാറ്റം വരട്ടെ. ആദ്യത്തെ ഈ ഒരു വർഷം നമ്മൾ ചിലപ്പോൾ വിഷമിക്കുമായിരിക്കും. നമ്മൾ അതിന് ചെയ്യേണ്ടത് ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. പിന്നെ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ കോമ്പിറ്റൻസി ബേസ്ഡ് ചോദ്യങ്ങൾ വരുമ്പോഴും 200 വാക്കുകളിൽ എസ്സേ എഴുതുമ്പോഴും ഈ ടൈം മാനേജ്മെന്റിന് ഞാൻ ഒക്കെ അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയുണ്ട്. എനിക്കത് വളരെ വിജയകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ ക്ലാസ് ടെസ്റ്റ് ഇടുന്ന സമയത്ത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ചോദ്യം, കടൽ തീരത്തിനകത്തെ പൊതിച്ചോറ് ഒരു കഥാപാത്രമായി മാറുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം കൊടുക്കുമ്പോൾ ക്ലാസ് ടെസ്റ്റ് ഇടുമ്പോൾ ഞാൻ അവരോട് പറയും, ഇതിന് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 7 മിനിറ്റ്, നിങ്ങൾ ഈ 7 മിനിറ്റ് കൊണ്ട് ക്ലാസ് ടെസ്റ്റ് എഴുതി കഴിയണം. ആ 7 മിനിറ്റ് കഴിയുമ്പോൾ കൃത്യമായ കുട്ടികളുടെ അടുത്തുനിന്ന് പേപ്പർ മേടിക്കും. എഴുതി കഴിയാത്തവർക്ക് അവിടെ ടൈം തികയുന്നു. അടുത്ത പരീക്ഷ വരുമ്പോൾ ഈ കുട്ടികൾ കുറച്ചും കൂടെ മുന്നേറും. അങ്ങനെ നമ്മൾ ഒരു മോഡൽ എക്സാം വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ടൈം മാനേജ്മെന്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. ഞാനിത് വർഷങ്ങളായിട്ട് പരീക്ഷിക്കുന്നതാണ്. അവസാനം പിന്നെയും സ്ലോ ആയിട്ട് നിൽക്കുന്നവർക്ക് ഒരു ചെയ്യാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് കൊടുത്തിട്ട് അവരെ 3 മണിക്കൂർ ഇരുത്തി ടൈം കൊടുത്തെഴുതി. ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോർഡ് എക്സാമിന് പോകുന്ന ഒരു കുട്ടിക്കും ടൈം തികഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നം വരത്തില്ല. നിങ്ങൾക്കൊന്ന് പരീക്ഷ നോക്കാവുന്നതാണ്. ഇതുപോലെ ഓരോ ക്വസ്റ്റിനും നമ്മളൊന്ന് ടൈം കൊടുത്തൊരു ക്ലാസ് ടെസ്റ്റ് ഇട്ട് നോക്കി, അല്ലെങ്കിൽ അവരൊന്ന് പ്രാക്ടീസ് ചെയ്യിച്ച് നോക്കി. ചിലപ്പോൾ അത് പേഴ്സണൽ പ്രാക്ടീസിന്റെ ആവശ്യം വരുമായിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ ഒന്ന് മനസ്സ് വെച്ചാൽ മാറാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ, ഈ ടൈം തികയില്ല എന്നുള്ളത്. സ്പീഡ് അവിടെ ഉണ്ടാവും. ഞങ്ങളൊക്കെ ഒരിക്കലും ബോർഡിൽ എഴുതി കൊടുക്കില്ല, പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. പറഞ്ഞു കൊടുത്ത് ആ സ്പീഡ് ഞങ്ങളുടെ ഒപ്പം വരാൻ പറയും. ആദ്യമൊക്കെ ഭയങ്കര പാടാണ്. നമുക്ക് നോട്ട് ബുക്ക് കറക്റ്റ് ചെയ്ത് മടുക്കും, അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ, ഇൻകംപ്ലീറ്റ്, ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഒരല്പം മനസ്സ് വെച്ചാൽ ട്രെയിൻ ചെയ്യിച്ച് ഈ കുട്ടികളെ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ്. പിന്നെ 10ാം ക്ലാസ്സിൽ വേറെ എന്താണ് സാർ നമ്മൾ വിട്ടുപോയിട്ടുള്ള ഇന്റേണൽ അസസ്മെന്റ്. ഇന്റേണൽ അസസ്മെന്റ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വ്യത്യാസം ഒന്നുമില്ല. നമ്മൾ പറഞ്ഞ 9ാം ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇന്റേണൽ അസസ്മെന്റ് അവിടെയും വേണ്ടതുണ്ട്. പോർട്ട്ഫോളിയോ വേണം. പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ എല്ലാ ക്ലാസ്സുകാരും ഒരുപോലെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ ചെയ്യിക്കാറുള്ളത് ഇപ്പം 9, 10, 11, 12 ഞങ്ങൾ ഇങ്ങനെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നല്ലേ, ക്ലിയർ ആവുന്നില്ല. അത് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാരണേ. അതെ. ഞങ്ങൾ ഇങ്ങനെ ഒരു റെക്കോർഡ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കും. ഇത് ഞങ്ങൾ എല്ലാ സബ്ജക്റ്റിനും ഉപയോഗിക്കുന്നതാണ്. ഞാൻ അതിന്റെ ഒരു PDF ഇപ്പൊ ഷെയർ ചെയ്ത് കാണിക്കാം. അങ്ങനെ ഒരു പ്രോജക്റ്റ് ആദ്യം ഞങ്ങൾ കൊടുക്കും. പ്രോജക്റ്റ് കൊടുത്തതിന് ശേഷം കുട്ടികളോട് ഈ ഒരു മെത്തേഡിൽ പ്രോജക്റ്റ് ചെയ്യാൻ പറയാം. അപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം കിട്ടും. നോക്കാം, ഇത് സാധാരണ നമ്മുടെ ഇന്റർനാഷണൽ ലെവലിൽ ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റിന്റെ ആ ഒരു മെത്തേഡ് തന്നെ വെച്ചാണ്. സാക്ഷ്യപത്രം ഉണ്ടാവും, കൃതജ്ഞത ഉണ്ടാവും, പഠനോദ്ദേശം, പഠന രീതി ഉണ്ടാവും, ആമുഖം ഉണ്ടാവും, അപഗ്രഥനം ഉണ്ടാവും, നിഗമനം ഉണ്ടാവും, ഉപസംഹാര, സഹായ ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഞങ്ങൾ ആദ്യം ചെയ്യും. പിന്നെ അസൈൻമെന്റ്സും ചെയ്യിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ ചെയ്യും. കാണുന്നില്ലേ സാറേ? ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. നെറ്റ് കുറവാണോ? എന്റേതാണോ പ്രശ്നം? അവിടെ നിന്നാണോ? ഞങ്ങൾക്ക് ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഓക്കെ സാറേ, ഞാനൊന്നുകൂടെ നോക്കാം. നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു സാറേ. സാറില്ല മാം, അതിന്റെ ഒരു കോപ്പി സാറിന് കൊടുക്കാം സാറേ. അല്ലെങ്കിൽ മാമിന് അത് അവിടെ ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ. അതാ നല്ലത്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അത് ആ ഒരു മോഡൽ അവർക്ക് കീപ്പ് ചെയ്യാലോ. സാർ ഇപ്പൊ വരുന്നുണ്ടോ? അല്ല, ആയിട്ടില്ല. അത് തുറന്നിട്ടില്ല, ഓപ്പൺ ആയിട്ടില്ല. അതാണ് ഓക്കെ ഞാൻ കണ്ടിന്യൂ അത് ഇട്ടാ മതി മാം. ഓക്കെ സാർ, കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോ ഇങ്ങനെ നമ്മുടെ എന്താ പറയാ, പോർട്ട്ഫോളിയോയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ 10ാം ക്ലാസ്സിൽ റെഡിയാക്കേണ്ടതുണ്ട്. ആർട്ട് ഇന്റഗ്രേറ്റഡ് എനിക്കൊന്ന് എല്ലാ സ്കൂളുകാരും ചെയ്യുന്ന ആ രീതിയിലായിരിക്കും. ഇത് ഇന്റഗ്രേറ്റഡ് പ്രോജക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു മലയാളത്തിൽ ഒരു 10 പിള്ളേർ ചെയ്താൽ മതിയാവും മലയാളം, ബാക്കി 10 പിള്ളേർ സോഷ്യൽ സ്റ്റഡീസ് ആയിരിക്കും. അങ്ങനെ കമ്പൈൻഡ് ആയിട്ടാണ് നമ്മുടെ ആർട്ട് ഇന്റഗ്രേറ്റഡ് പോകുന്നത്. അത് കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു ബേർഡൻ ഒന്നും അല്ല. അപ്പൊ ആർട്ട് ഇന്റഗ്രേറ്റഡ് പ്രോജക്റ്റ് ഉണ്ട് നമുക്ക് ഇത്തവണയും. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇത്രയുമാണ് എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ 10ന്റെ സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. എന്തെങ്കിലും ബാക്കി വിട്ടുപോയിട്ടുണ്ടോ എങ്കിൽ നമുക്ക് അവസാനം വേണമെങ്കിൽ ചർച്ച ചെയ്യാവുന്ന കരുതുന്നു. ഒന്നുകിൽ നമുക്ക് 9ന്റെയും 10ന്റെയും ഒരു ഡിസ്കഷൻ ഇപ്പൊ ചെയ്യാം, അതല്ലെങ്കിൽ 11ന്റെയും 12ന്റെയും കൂടെ പറഞ്ഞിട്ട് പോകാമെന്ന് കരുതുന്നു. 11, 12 വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ ഒരുപാട് സമയം എടുക്കേണ്ടി വരുന്നില്ല. കാരണം നമുക്ക് അധികം ടീച്ചേഴ്സ് ഇല്ല അതിന്. പിന്നെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ. സാർ എങ്ങനെയാ വേണ്ടത്? 11ഉം 12ഉം കൂടി പറഞ്ഞോളൂ. കാരണം നമ്മൾ അതൊരു ടൈറ്റിൽ വെച്ചിട്ടുള്ളതാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൂടി സൂചിപ്പിക്കണം.
ഓക്കെ. 11ാം ക്ലാസ്സിന്റെ എനിക്കിപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ എല്ലാ സ്ക്രീൻ ഷെയർ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് നെറ്റ് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കാം ഷെയർ പറഞ്ഞു പോയാൽ ആവാത്തത്. മതി മാം, പറഞ്ഞു പോയാൽ മതി, നോ പ്രോബ്ലം. ഓക്കെ സാർ. 11ാം ക്ലാസ്സില് പാഠങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. മുമ്പ് സൂചിപ്പിച്ച പോലെ 11ലും 12ലും നോൺ ഡീറ്റെയിൽഡ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് പകരം 3 പാഠങ്ങൾ നമുക്ക് കയറി വരുന്നുണ്ട്. ഈ 3 പാഠങ്ങളാണെങ്കിലും ചെറിയ ചില പാഠങ്ങൾ മാറിയിട്ട് അവിടെ 4 എണ്ണമായി മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സിനിമയും സമൂഹവും എന്ന ലെസൺ മാറി. പകരം അവിടെ വേരുകൾ നഷ്ടപ്പെട്ടവർ എന്ന് പറയുന്ന പരിസ്ഥിതി സംബന്ധമായ ഒരു പാഠമാണ് കയറിയിരിക്കുന്നത്. മത്സ്യം എന്ന കവിത മാറിയിട്ടുണ്ട്. പകരം അനുകമ്പ എന്ന് പറഞ്ഞ ഒരു ചെറിയ പോയമാണ്, അത് കയറിയിട്ടുണ്ട്. പിന്നെ ശസ്ത്രക്രിയ, ലാത്തിയും വെടിയുണ്ടയും. ഈ 4 ലെസണാണ് പുതിയതായിട്ട് കയറിയിരിക്കുന്നത്. 3 എണ്ണം നമ്മുടെ നോൺ ഡീറ്റെയിൽഡ് ഒഴിവാക്കിയതിന് പകരമായിട്ടുള്ളതും ബാക്കി 1 എണ്ണം മറ്റൊരു പാഠത്തിന് പകരമായിട്ട് വന്നിരിക്കുന്നതുമാണ്. ഇതാണ് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ബാക്കി നമ്മുടെ സിലബസിൽ റീഡിംഗ് സെക്ഷനിൽ മാറ്റമൊന്നുമില്ല. അൺസീൻ പാസേജ് ഉണ്ടാകും. അതിന് 12 ചോദ്യം ചോദിച്ചിട്ട് 10 എണ്ണം എഴുതണം, മാറ്റമില്ല. എസ്സേ റൈറ്റിംഗിൽ മാറ്റമൊന്നുമില്ല. ഇവിടെയും 200 വാക്കുകളിലാണ് എഴുതേണ്ടത്. 10 മാർക്കിന്റെ 5 മാർക്കിന്റെ വീതം 2 ചോദ്യങ്ങൾ. പിന്നെ ലെറ്റർ റൈറ്റിംഗ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ലെറ്ററിന്റെ ഫോർമാറ്റിൽ വ്യത്യാസം ഉണ്ടോ നമുക്ക് വന്നാലേ അറിയുള്ളൂ, ഇല്ലെങ്കിൽ ലെറ്റർ റൈറ്റിംഗ്. ഗ്രാമർ സെക്ഷനില് കഴിഞ്ഞ വർഷത്തേത് തന്നെയാണ്, വലിയ വ്യത്യാസങ്ങൾ 11ാം ക്ലാസ്സിൽ വന്നിട്ടില്ല. ശൈലികളും പഴഞ്ചൊല്ലുകളും. പിന്നെ 1 എണ്ണം കൂടിയിട്ടുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്കിവാക്യം കയറി വരാൻ വേണ്ടിയിട്ട് കുട്ടികൾ പഠിച്ചതാണ് ബുദ്ധിമുട്ട്, അതിനകത്ത് വരുന്നില്ല. അതാ നമ്മുടെ നോൺ ഡീറ്റെയിൽഡ് മാറിയപ്പോഴത്തേക്ക് ആ മാർക്കിനെ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാവുമെന്ന് കരുതാം. അപ്പൊ അതാണ് നമ്മൾ ഇത്തവണ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ സത്യം പറഞ്ഞ ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അത് ഷെയർ ആകുന്നില്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ വർഷത്തെ എന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഞാൻ കാണിക്കാന്ന് കരുതി. ഇപ്പോ ഷെയർ വരുന്നുണ്ടോ സാറേ? കിട്ടുന്നുണ്ടോ? ഷെയർ ആവുന്നുണ്ടോ എന്തെങ്കിലും? വരുന്നുണ്ട്. ഓക്കെ. ഇത് ഞാനൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ഇത് നമ്മുടെ മുമ്പ് പറഞ്ഞ പ്രോജക്റ്റിന്റെ ആണ്. ഞാൻ 11ാം ക്ലാസ്സിന്റെ ഒന്ന് എടുത്തോട്ടെ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് കരുതുന്നു. ഓ, കാണാം മാം. ഓക്കെ. ഇതാണ് 11ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റ് കഴിഞ്ഞ ആനുവൽ എക്സാമിന് ഞങ്ങൾ കൊടുത്തിരുന്ന ഗ്രാമർ സെക്ഷന് നമ്മുടെ 24-25 പാറ്റേൺ അനുസരിച്ച് ചെയ്തതാണ്. അതായത് 2 ശൈലികൾ കൊടുത്തിട്ട് അത് MCQ ആയിട്ട് കൊടുക്കുന്നു, അതിന്റെ അർത്ഥം കുട്ടികൾ കണ്ടെത്തുന്നു. അതുപോലെ തന്നെ 2 പഴഞ്ചൊല്ലുകൾ കൊടുത്തിട്ട് അതിന്റെ കൃത്യമായ അർത്ഥം ബ്രാക്കറ്റിൽ കൊടുക്കുന്നു, അത് MCQ ആയിട്ട് കുട്ടികൾ ചെയ്യുന്നു. പിന്നെ ശരിയായ പദം കണ്ടെത്തുക. ഇത് പാഠഭാഗത്തു നിന്ന് വേണേൽ കൊടുക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് പരിചിതമായ മറ്റു പദത്തിൽ നിന്ന് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഉള്ളത് ഒറ്റപ്പദം കണ്ടെത്തുക. ഇങ്ങനെയുള്ള ഗ്രാമർ സെക്ഷനാണ് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത്. ഈ തവണ ഇതിന്റെ കൂടെ നമുക്ക് അങ്കാംഗി വാക്യം കൂടി കയറി വന്നിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ 11ാം ക്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കുക. ഈ ഗ്രാമറാണ് നമ്മൾ 11ാം ക്ലാസ്സിൽ കൊടുക്കേണ്ടത്. പിന്നെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ 2016 എഡിഷൻ തന്നെയാണ്. എഡിഷൻ ഒന്നും മാറിയിട്ടില്ല, സെയിം ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. മുമ്പ് പാഠത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുമ്പോൾ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ പറഞ്ഞ ഗ്രാമറിനകത്ത് വന്നിരിക്കുന്ന മാറ്റം. അവിടെ ചെറിയൊരു മാറ്റം. നമ്മുടെ ലാസ്റ്റ് ഇയർ 5 മാർക്കായിരുന്നത് ഇവിടെ 10 മാർക്കായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ, അതായത് നോൺ ഡീറ്റെയിൽഡിന്റെ 5 മാർക്കിനെ ഒഴിവാക്കിയപ്പോൾ നമ്മൾക്ക് അവിടെ ക്വസ്റ്റ്യനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. അത് 3 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ എഴുതണം പദ്യത്തിൽ നിന്ന്, 3 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ ഗദ്യത്തിൽ നിന്ന് എഴുതണം. അങ്ങനെ ടോട്ടൽ 10 ചോദ്യങ്ങളാണ് നമ്മുടെ ഷോർട്ട് ആൻസേഴ്സിൽ എഴുതേണ്ടത്. ഇവിടെ സമയത്തിന്റെ ഒരു പ്രശ്നം കുട്ടികൾ പറയാൻ വഴിയുണ്ട്. പക്ഷെ ഇത് 12ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ഗുണകരമായി വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് 8 എണ്ണമായിട്ട് കുറഞ്ഞിട്ടുണ്ട്.
10 നിന്ന് 8 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ ഗദ്യത്തിൽ നിന്ന്, 3 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ പദ്യത്തിൽ നിന്ന് എഴുതുക. അതാണ് 11ാം ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ഗ്രാമറിൽ വന്നിരിക്കുന്ന ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു, നോൺ ഡീറ്റെയിൽഡ് ഒഴിവാക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. മാം അവിടെ ഈ ടോട്ടൽ മാർക്സിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ലല്ലോ. 11th-ന്റെയും 12th-ലും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ടോട്ടൽ മാർക്സ് 180. അത് എങ്ങനെയാണത്? 100 അല്ലേ? എങ്ങനെയാണ് വരുന്നത് മാർക്ക്? അവർ ക്വസ്റ്റ്യൻ 80 മാർക്സിന്റെ 20 മാർക്ക് ഇന്റേണൽ. ഇന്റേണൽ അല്ല, ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നിരുന്നേ. ഇല്ല, 80 മാർക്ക് തന്നെ, 20 മാർക്ക് ഇന്റേണൽ. ഈ ഇന്റേണലിനകത്ത് ഇത്തവണ വ്യത്യാസം വന്നിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്റേണൽ മാർക്ക് കഴിഞ്ഞ വർഷം വരെയും 20 മാർക്ക് തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് 11, 12 കുറെ വർഷങ്ങളായിട്ട് പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റിന് 10 മാർക്ക്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്ങിന് 10 മാർക്ക്, ഇതായിരുന്നു നമ്മുടെ പാറ്റേൺ. പക്ഷെ ഈ വർഷം അത് 10ന്റെ സെയിം രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സിലബസ് നോക്കിയവർക്കറിയാം. അതിനകത്ത് ഇന്റേണൽ പറഞ്ഞിരിക്കുന്നത് പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ്, ആർട്ട് ഇന്റഗ്രേറ്റഡ് പ്രോജക്ട്, പോർട്ട്ഫോളിയോ, സബ്ജക്ട് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ്, ഇത്രയും സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്യണം. അതൊരു ഇത്തിരി പണിയായി നമുക്ക്. നേരത്തെ ഞങ്ങളൊക്കെ സ്പീക്കിംഗ് ലിസണിങ് എടുത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലെസൺ വായിക്കും, വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യനെയർ കൊടുക്കും, കുട്ടികൾ ചെയ്യും. അപ്പൊ അവിടെ ഒരു ലിസണിങ് വരുന്നുണ്ട്, സ്പീക്കിംഗ് സ്കില്ല് വരുമായിരുന്നു, എളുപ്പമുണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ. പക്ഷെ ഇത്തവണ നമ്മൾ ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് വൈവേ നടത്തേണ്ടി വരും. അത് 12ാം ക്ലാസ്സിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇന്റേണൽ വൈവ നമുക്കുണ്ട്, അതിന്റെ ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ഈ വർഷം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. 11ലും 12ലും ഇന്റേണൽ അസസ്മെന്റിൽ ഈ മാർക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി 12ലേക്ക് തന്നെ പോവുകയാണ്. 12ൽ മാറ്റമുണ്ട്, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. കാരണം കുറേ വർഷങ്ങളായിട്ട് എല്ലാ ടീച്ചേഴ്സും 12ൽ പഠിപ്പിക്കുന്നവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഈ നോൺ ഡീറ്റെയിൽഡിന്റെ പോലെ അലങ്കാരത്തെ ഒന്ന് എടുത്തു കളയണം. നമുക്കറിയാം, ഈ പറയുന്ന നമ്മൾ പോലും അലങ്കാരം എന്ന് പറയുന്ന സാധനം ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രം നമുക്ക് ദഹിക്കുന്ന ഒരു സാധനം. അത് നമ്മളൊക്കെ ഡിഗ്രി ലെവലിലും PG ലെവലിലും പഠിച്ച സാധനം ഈ 12ല് മെയിൻ ആയിട്ട് സബ്ജക്റ്റ് ആയിട്ട് എടുക്കാത്ത കുട്ടികൾക്ക് പഠിക്കാൻ വെക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അത് 15 മാർക്കിന്റെ ചോദ്യമായിരുന്നു നേരത്തെ. അന്ന് രൂപകം, ഉൽപ്രേക്ഷ, ഉപമയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ പിന്നെ രൂപകത്തെ ഒഴിവാക്കി ഉൽപ്രേക്ഷ, ഉപമയായി. കഴിഞ്ഞ വർഷം വീണ്ടും ആവശ്യപ്പെട്ട അനുസരിച്ച് അവർ ഉൽപ്രേക്ഷ മാത്രമാക്കി. അപ്പോഴത്തേക്കും വന്ന വ്യത്യാസം MCQ ലെവലായി. MCQ ലെവലാണേലും ഉൽപ്രേക്ഷ എന്ന് പറയുന്ന സാധനത്തെ കുട്ടികൾ മുഴുവൻ പഠിച്ചാൽ മാത്രമേ ഈ 5 മാർക്ക് അവർക്ക് കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ ഉൽപ്രേക്ഷനെ കുട്ടികളിലേക്ക് എത്തിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. അതായത് പഴയ വയലാറിന്റെയും അതിനു മുമ്പത്തെ പാട്ടുകളൊക്കെ എടുത്ത് സിനിമാ പാട്ട് വെച്ചാണ് ഉൽപ്രേക്ഷ എന്താണെന്ന് കുട്ടികളെ പഠിപ്പിച്ചെടുത്തോണ്ടിരുന്നത്. നല്ല പാടായിരുന്നു. അതും ഓർക്കണം. ഒരു മെയിൻ സബ്ജക്ട് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പീരീഡുകൾ കുറവാണ്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് തട്ടിക്കൂട്ടി ഒന്ന് ഉൽപ്രേക്ഷയെ പഠിപ്പിച്ചത്. ഏതായാലും ഭാഗ്യവശാൽ ഇത്തവണ അലങ്കാരം എടുത്തു കളഞ്ഞു. അലങ്കാരം എടുത്തു കളഞ്ഞെന്ന് മാത്രമല്ല, അതിന്റെ കൂടെ ചേർത്തിരിക്കുന്ന ഗ്രാമറും നമുക്ക് എളുപ്പമുള്ള ഒരു രീതിയിലേക്ക് ആക്കി തന്നിട്ടുണ്ട്. അതായത് ഈ വർഷം നമ്മൾ 12ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട ഗ്രാമർ ഇതാണ്: പരാവർത്തനം ചെയ്യുക, പാരഫ്രൈസിങ്. ഇത് പണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, കുറെ കാലമായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പരാവർത്തനം എന്താണെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ അതൊരു 2 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് വരുന്നത്. വീണ്ടും കറണ്ട് പോയി. എനിക്കിത് ഷെയർ ചെയ്യുമ്പോൾ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഞാൻ ശ്രമിക്കാം. പരാവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു പൊക്കോട്ടെ. എന്താണ് പരാവർത്തനം എന്ന് ആദ്യം അതെ സാറേ, ഞാൻ കണ്ടു. മാറ്റാം. നമ്മൾ ആശയവിപുലനവും പരാവർത്തനവും തമ്മിൽ ശ്രദ്ധിക്കേണ്ട ഒരു വ്യത്യാസമുണ്ട്. ആശയവിപുലനം എന്ന് പറയുമ്പോൾ നമുക്ക് സാറേ കിട്ടുന്നുണ്ടോ? കാണാം. നോക്കുക, ആശയവിപുലനം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാവുന്ന. പരാവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരു വ്യത്യാസം, പദ്യഭാഗത്തിലെ ആശയത്തെ ലളിതമായ ഭാഷയിൽ അവിടെ തെറ്റുണ്ട്, സ്വന്തം വാക്യത്തിൽ എഴുതുന്നതാണ് പരാവർത്തനം. അപ്പൊ അവിടെ വേണ്ടത് നല്ല ഭാഷ ഉണ്ടാവണം, ലാളിത്യം ഉണ്ടാവണം എന്നൊക്കെയാണ് സാധാരണ ഇതിനെക്കുറിച്ച് പറയുന്നത്. ചെയ്യേണ്ടത് ഒരു 4 വരി പദ്യം തരും, നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കുക. ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആശയത്തെ വളരെ ലളിതമായ രീതിയിൽ നമ്മൾ വളരെ കുറഞ്ഞ സെന്റൻസുകളിൽ എഴുതുക എന്നുള്ളത് മതി. അപ്പൊ അതിനകത്ത് ഒത്തിരി കൂട്ടിച്ചേർക്കലൊന്നും വേണ്ട. കൃത്യമായ ആശയം വന്നു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഇപ്പൊ ഒരു 4 വരി പദ്യം തരും. ഈ പദ്യത്തിന്റെ കൂടെ തന്നെ നമുക്ക് അതിനകത്ത് കട്ടിയുള്ള വാക്കുകളുടെ അർത്ഥം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഞാനൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഉള്ളൂരിന്റെയാണ്. ഇറുപ്പവനും മലർ ഗന്ധമേകും, വെട്ടുന്നവനും തരിച്ചൂടകറ്റും, ഹനിപ്പവനും കിളി പാട്ട് പാടും, പരോപകാര പ്രവണം പ്രപഞ്ചം. ഇങ്ങനെ ഒരു പദ്യം നമുക്ക് പരാവർത്തനത്തിന് കൊടുത്താൽ നമ്മൾ ഇത്ര എഴുതിയാൽ മതി. ആ ഓരോ വരിയുടെ ആശയം ഒന്ന് എഴുതുക.
എടുത്തെടുക്കാൻ ചെല്ലുന്നവർക്ക് പൂ സുഗന്ധം നൽകും, വെട്ടിമാറ്റുന്നവർക്ക് മരം തണൽ കൊടുക്കും, കൊല്ലാൻ പിടിച്ചാലും അവർക്ക് വേണ്ടിയും കിളി പാട്ടുപാടും. ഇങ്ങനെ പ്രകൃതി മുഴുവൻ പരോപകാരം ചെയ്യാൻ മനസ്സ് കാണിക്കുന്നു. അപ്പൊ ഇവിടെ പരോപകാരം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും എഴുതിയാൽ മതിയായിരിക്കും. 2 മാർക്കിന്റെ ചോദ്യമാണ്. അലങ്കാരത്തിന് പകരമായിട്ട് നമുക്ക് ഇത്തവണ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ഈ പരാവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക, കുട്ടികളെ ഒന്ന് പരിശീലിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ഗ്രാമറിൽ വന്നിരിക്കുന്ന വേറൊരു വ്യത്യാസം, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ശൈലികൾ 11ാം ക്ലാസ്സിലുള്ള അതുപോലെ തന്നെ ശൈലികൾ സിമ്പിൾ ആണ്. ഇവിടെ നോക്കുക, ഇപ്പോ ചണ്ട കൊട്ടിക്കുക എന്നൊരു ശൈലി കൊടുത്ത MCQ ആയിട്ട് അതിനകത്ത് 4 ഓപ്ഷൻ കൊടുക്കും. അതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള മീനിങ് നമ്മൾ എഴുതിയാൽ മതി. അതുപോലെ പഴഞ്ചൊല്ലും ഇതുപോലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കും, അതിന്റെ 4 ഓപ്ഷൻ കൊടുക്കും, അതിൽ ആപ്റ്റ് ആയിട്ടുള്ള മീനിങ് എഴുതുക. ഇത് കുട്ടികളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ എളുപ്പമാകും. പിന്നെ വാക്യനിർമ്മിതി, തെറ്റിതിരുത്തൽ, നമ്മുടെ നേരത്തെ പഠിച്ച അതേ സാധനങ്ങൾ തന്നെയാണ് ഗ്രാമറിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഗ്രാമർ എന്ന് പറയുന്നത് 12ാം ക്ലാസ്സിൽ വലിയ കടുകട്ടിയാകില്ല. ഇത്തവണ 2 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ ശൈലിയിൽ നിന്നും 2 തെറ്റിതിരുത്തലും 2 വാക്യപ്രയോഗവും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ 6 മാർക്കിന്റെ ആയി. അതിൽ നിന്ന് 4 എണ്ണം കുട്ടികൾ എഴുതിയാൽ മതി. പിന്നെ പരാവർത്തനം എന്ന് പറയുന്ന കമ്പൽസറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന്റെ അത് എഴുതുക. അപ്പൊ ഇത്രയാണ് ഗ്രാമറിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ പാഠത്തിലേക്ക് പോയാൽ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ പാഠം ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം പറയാമെന്ന് കരുതുന്നു. എസ്ഐക്കകത്ത് 5 മാർക്കായിരുന്നത് ഇത്തവണ 1 മാർക്ക് കൂടി 6 മാർക്കായിട്ടുണ്ട്. അതുപോലെ ലെറ്റർ റൈറ്റിംഗിന്റെ 5 മാർക്ക് മാറി, അവിടെയും 6 മാർക്കായിട്ടുണ്ട്. പക്ഷെ അവിടെ കൂടുതൽ എഴുതേണ്ടതൊന്നും വരുന്നില്ല കേട്ടോ. നമ്മുടെ ആ നോൺ ഡീറ്റെയിൽഡ് ഒഴിവാക്കി ഇപ്പൊ മാർക്കിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ആകാനേ വഴിയുള്ളൂ. അവിടെ കൂടുതൽ എഴുതുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ 4 മാർക്കിന്റെ ഗ്രാമറും 2 മാർക്കിന്റെ പരാവർത്തനം, അങ്ങനെ 6 മാർക്ക് കൂടിയിട്ട് ആ ഒരു സെക്ഷൻ 18 മാർക്കിന്റെ വരുന്നു. ലിറ്ററേച്ചർ ആൻഡ് പ്രോസ് വരുമ്പോഴത്തേക്ക്, അതായത് ഗദ്യവും പദ്യവും വരുമ്പോൾ പഴയതുപോലെ തന്നെ 10 MCQ ക്വസ്റ്റ്യൻസ്, 10x2 20 എണ്ണം എഴുതാനുണ്ട്. പദ്യത്തിൽ നിന്നും ഗദ്യത്തിൽ നിന്നും അതിന് മാറ്റം ഒന്നുമില്ല. ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെയാണ് കുട്ടികൾക്ക് പ്രയോജനകരമായ ഒരു കാര്യം വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ 5 എണ്ണം എഴുതാനുണ്ടായിരുന്ന ചോദ്യങ്ങൾ ഇത്തവണ 4 എണ്ണമാക്കി കുറച്ചിട്ടുണ്ട്. മൊത്തം 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. അത് 4 മാർക്കാക്കി മാറ്റിയിട്ടുമുണ്ട്. അപ്പോ 5 ചോദ്യങ്ങളിൽ നിന്ന് കുട്ടിക്ക് 4 എണ്ണം എഴുതിയാൽ മതി പദ്യത്തിൽ നിന്ന്, 5 ചോദ്യങ്ങളിൽ നിന്ന് കുട്ടിക്ക് ഗദ്യത്തിൽ നിന്നും 4 എണ്ണം എഴുതിയാൽ മതി. 4 മാർക്ക് വീതമാണ്. അവിടെ മാർക്കിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോ ഇതാണ് 12ാം ക്ലാസ്സിൽ വന്നിരിക്കുന്ന മേജർ ആയിട്ടുള്ള ചേഞ്ചസ്. അതായത് നോൺ ഡീറ്റെയിൽഡ് മാറി, ഗ്രാമറിൽ മാറി, അലങ്കാരമില്ല, അലങ്കാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അതൊരു സന്തോഷകരമായ കാര്യമാണ്. ഗ്രാമർ നമ്മളെ കുട്ടികൾ പഠിച്ചത് നമുക്കറിയാവുന്നത് പഠിപ്പിക്കാൻ എളുപ്പമായുള്ള ഭാഗമായി മാറി. പിന്നെ ക്വസ്റ്റ്യൻ എസ്സേ, ലെറ്റർ ഇവയ്ക്ക് ഓരോ മാർക്ക് കൂടി. ക്വസ്റ്റ്യൻ ആൻസറിന് 4 മാർക്ക് വീതമുള്ള 4 എണ്ണം വീതം 2 സെക്ഷനിൽ നിന്ന് എഴുതണം. ഇതാണ് 12ാം ക്ലാസ്സിന് വന്നിരിക്കുന്ന മാറ്റം. ഇത് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ഇന്റേണൽ അസസ്മെന്റ് മുൻപ് സൂചിപ്പിച്ച പോലെ 10ാം ക്ലാസ്സിന്റെ അതേ രീതിയിലാണ്. അതിന്റെ ഒപ്പം പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റിനെ ബേസ് ചെയ്തൊരു വൈവ ചെയ്യണം. ഈ വൈവയുടെ വീഡിയോസ് നമ്മൾ എടുത്ത് ഇതാണ് നമ്മൾ ഇന്റേണലിന്റെ കൂടെ അപ്ലോഡ് ചെയ്ത് പോകേണ്ടത്. അത് കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തവർക്ക് അറിയാം. 3 ഫോട്ടോസ് വീതം നമ്മൾ ഇന്റേണലിൻ്റെത് ജിയോ ടാഗ് ഇട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞങ്ങളൊക്കെ ചെയ്യിക്കുന്ന പ്രോജക്റ്റിനെ ബേസ് ചെയ്ത് ഫോട്ടോസ് എടുത്ത് വൈവയുടെ ഫോട്ടോസ് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 12ാം ക്ലാസ്സിലെ പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ. എല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ധാരണ. സ്പീക്കിംഗ്, ലിസണിങ് ഒക്കെ റൂബ്രിക്സ് വെച്ച് നമ്മൾ ഇന്റേണൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നോട്ട്ബുക്കിന് എത്ര മാർക്ക്, സ്പീക്കിങ്ങിന് എത്ര മാർക്ക്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പ്രൂഫ് ഉണ്ട്. അതായിരിക്കും ചെയ്യാൻ നല്ലതെന്ന് തോന്നുന്നു. പ്രധാനമായിട്ടും 12ാം ക്ലാസ്സിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും വന്നു എന്ന് എനിക്ക് തോന്നുന്നു. പാഠത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചോട്ടെ. പാഠങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം 3 എണ്ണം എക്സ്ട്രാ കയറി വന്നിട്ടുണ്ട്, 1 എണ്ണം മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പാഠത്തിൽ നിന്ന് നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും, ഈ പാഠം മാറിയിട്ട് പകരം അവിടെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ യമുനോത്രിയുടെ ഊഷ്മളകൾ, വീരേന്ദ്രകുമാറിന്റെ യാത്രാ വിവരണമാണ്. രസകരമായ യാത്രാ വിവരണമാണ്. അപ്പൊ അത് കുട്ടികൾക്ക് എഴുതാൻ സാധിക്കും. പിന്നെ മാറിയിരിക്കുന്ന പാഠങ്ങളും ഈ പറഞ്ഞ പോലെ വലിയ പാഠമുള്ളതൊന്നുമല്ല. 3 ഗദ്യം 1 പദ്യം എന്നുള്ളതാണ് മാറ്റം വന്നിരിക്കുന്നത്. വാങ്കടയുടെ ഹൃദയത്തുടിപ്പുകൾ, സ്പോർട്സ് ഇഷ്ടമുള്ള ഒരു ആൺകുട്ടികളെല്ലാം നന്നായിട്ട് ആസ്വദിച്ച് പഠിക്കും. നമ്മുടെ സച്ചിന്റെ വിടവാങ്ങൽ പ്രസംഗവുമായി ബന്ധപ്പെട്ടതാണ്. രസമുള്ള പാഠമാണ്. അത് ഒരു സ്പോർട്സ് ലേഖനത്തെ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പിന്നെയുള്ളത് പ്രകാശം ജലം പോലെയാണ്. സത്യം പറഞ്ഞാൽ ഈ കഥ പണ്ട് ഒഴിവാക്കിയപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം മാജിക്കൽ റിയലിസത്തിന്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഉദാഹരണമാണ് മാർക്കസിന്റെ ഈ കഥ.
ഈ കഥ കുട്ടികൾ ഞാൻ കണ്ടിരിക്കുന്നിടത്തോളം കുട്ടികൾ ആസ്വദിച്ച് പഠിക്കുന്ന ഒരു കഥയാണ്. അത് തിരിച്ചു വന്നിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് എടുത്തു പോകാൻ സാധിക്കും. പിന്നെ ഉള്ളത് സറ്റയർ ആയിട്ട് നിൽക്കുന്ന തേങ്ങ, ഒറ്റ ക്ലാസ് കൊണ്ട് തീർക്കാവുന്ന ലെസണാ പദ്യം. വളരെ സറ്റയർ ആയിട്ടുള്ള ഒരു പദ്യം. ഇത്രയുമാണ് പാഠങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം. ബാക്കി എല്ലാ പാഠങ്ങളും അങ്ങനെ തന്നെയുണ്ട്, വ്യത്യാസം ഒന്നുമില്ല. 4 ലെസണിൽ മാറ്റം വന്നു. ഇതിന് ഒരുപാട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മുൻപ് പഠിപ്പിച്ചവരുടെ കയ്യിൽ നോട്ടുകൾ ഉണ്ടാവും. ഇല്ലാത്തവർക്ക് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പഠിച്ചോ വായിച്ചോ പോയതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, തട്ടുകേടില്ലാതെ കടന്നു പോകാവുന്ന ഒരു സിലബസ് ആണ് 11ഉം 12ഉം എന്ന് എനിക്ക് തോന്നി. ആകെ കണ്ട ഒരു പ്രശ്നം മോഹൻദാസ് സാർക്ക് മുമ്പ് സൂചിപ്പിച്ച പോലെ എസ്സേയിലുള്ള 200 വാക്കുകൾ ആണ് ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അല്പം സ്പീഡ് കൂടുതലായിരുന്നു എനിക്കറിയാം. പക്ഷെ ഇത്രയും 4 ക്ലാസ്സുകളുടെ പറയേണ്ടത് കൊണ്ടാണ് അതിനെല്ലാവരും ക്ഷമിക്കുക. ഏകദേശം ഞാനിത് എല്ലാത്തിലൂടെ ഒന്ന് ഓടി ഒരു പ്രദക്ഷിണം നടത്തിയെന്ന് കരുതുന്നു. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ് നമ്മുടെ വമ്പന്മാർക്ക് വിട്ടുകൊടുത്തതിന് ശേഷം പറയാമെന്ന് കരുതുന്നു. മുരളി സാർ ഇങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ തയ്യാറായിട്ടിരിക്കും. മോഹൻദാസ് സാറും സലാം സാറും ഒക്കെ എല്ലാവരും ഉണ്ട്. ബാക്കി എല്ലാവരിലേക്കും അപ്പം മൈക്കായി മാറിയിട്ട് പിന്നീട് ബാക്കിയുള്ള ചർച്ചകളിൽ പങ്കെടുക്കാമെന്ന് കരുതുന്നു. മുരളി സാറേ എന്തെങ്കിലും അല്ല, ഒരു ചോദ്യം എടുക്കണ്ടായിരുന്നു സാർ അല്ലെ? ചോദ്യം വന്നതില് ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഒരു ടീച്ചർ ചോദിച്ചിരുന്നു. ഇംഗ്ലീഷ് സ്ക്രിപ്റ്റിൽ അത് പറ്റില്ല, മലയാള ലിപി തന്നെ ഉപയോഗിക്കണം. കാരണം ഇംഗ്ലീഷ് വേർഡ്സ് കൊണ്ടുപോയിട്ട് എന്താ പറയാ, ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ എഴുതുന്ന രീതി അപകടമാണ്. അത് ചെയ്യരുത്. അല്ല, അവര് ഇപ്പൊ ടീച്ചർ അല്ല നമ്മൾ എഴുതുന്ന സമയത്ത് ഉപന്യാസത്തിലേക്ക് ഇപ്പൊ ടീച്ചർ എന്നൊക്കെ ഉള്ള വേർഡ്സ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ലിപി എപ്പോഴും സ്ക്രിപ്റ്റ് എപ്പോഴും എന്തായിരിക്കണം? മലയാളത്തിലായിരിക്കും. അല്ലാതെ അതെ അതെ, ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമാണ്, കുട്ടികൾ ഇംഗ്ലീഷ് എഴുതി വെക്കുന്നുണ്ട്. അല്ല, അവര് മലയാളത്തിൽ എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ലിപി അവർക്ക് ഉപയോഗിക്കാമല്ലോ. അല്ല, അതവര് ചെയ്യും, അവര് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സാർ. മാം, ആ ഇന്റഗ്രേറ്റഡിന്റെ മറ്റേ പ്രോജക്റ്റിന്റെ ഈ മാം ഒരു ഇത് ഷെയർ ചെയ്തിരുന്നില്ലേ, അതൊന്ന് PDF ഒന്ന്. തീർച്ചയായിട്ടും. പിന്നെ സാറേ എനിക്ക് തോന്നുന്നു അതില് നമുക്ക് ഈ മാറിയ ലെസൺസിന്റെ ഒരു ക്ലാസ് വെക്കുകയോ പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത ഒരു ക്ലാസ് വെക്കുകയോ ചെയ്താൽ അതായിരിക്കും ഒന്നും കൂടെ ഫലപ്രദമെന്ന് തോന്നുന്നു. നമ്മൾ ഇന്നിപ്പോ ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു ഓട്ടപ്രദക്ഷിണം നമ്മുടെ ഹരിശ്രീയാണ്. ഇനി നമുക്ക് ഇങ്ങനെ കൂടി വരാം. ചിലപ്പം സാറേ ഇന്നത്തേത് കഴിയുമ്പോഴത്തേക്കും സലാം സാറിന് അവിടെ ഇരിക്കപ്പെടുത്തി കാണിയല്ലോ, മലയാളംകാര് ക്ലാസ് എടുക്കാൻ ഇങ്ങനെ നിരന്തരമായിട്ട് വരാൻ വഴി. അല്ല, വരട്ടെ മാം. ഞാൻ പറയുന്നത് ഇപ്പൊ മാമിനെ നമുക്ക് കിട്ടിയതിന് ഞാൻ വളരെ സന്തോഷമായിട്ടാണ് കാണുന്നത്. വളരെ വളരെ പ്രയോജനമുള്ള കാര്യമാണത്. അതേപോലെ മാം ആ ഹയർ സെക്കൻഡറി ക്ലാസ്സിലെ ടീച്ചേഴ്സിനോട് ഒന്ന് സൂചിപ്പിക്കുക, ഈ HSS ലൈവ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അത് അവർക്ക് ഇത് അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഓരോ ലെസന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ വിക്ടേഴ്സ് ഉപയോഗിക്കാം, സമഗ്രം ഉപയോഗിക്കാം. ഇവിടെ ഒക്കെ അത് പ്രയോജനപ്പെടുത്താം. ഹാൻഡ് ബുക്ക് ഉണ്ട്. നമ്മുടെ ചില ഗ്രൂപ്പുകളിൽ ഓൾറെഡി 9ന്റെ ഹാൻഡ് ബുക്ക് വന്നു കഴിഞ്ഞു. അല്ല, ഹാൻഡ് ബുക്ക് വന്നിട്ടുണ്ട് മാം. ഞാൻ പറഞ്ഞപ്പോ ഈ 12 ഞങ്ങൾക്കില്ല. അത് അല്ല, 11, 12 ഗൾഫില് ഞങ്ങൾക്കില്ല. പക്ഷെ ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള കാരണം HSS ലൈവ് നമുക്ക് ശരിക്കും പ്രയോജനപ്പെടുത്താൻ പറ്റും. പിന്നെ ഇതിലൊരു മറ്റൊരു സംശയമുള്ളത് നമുക്ക് CBSEയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞത് ഇപ്പൊ SCRT അവരുടെ ഹാൻഡ് ബുക്കിൽ എഴുത്തുകാരെ കുറിച്ചൊക്കെ ഉണ്ട്. 9ാം ക്ലാസ്സില് 9th എഴുത്തുകാരൊക്കെ ഉണ്ട്, എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ CBSE ടെക്സ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആ പുസ്തകത്തിൽ അത് ഇല്ല. അതിപ്പോ അവരത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നവരപ്പോ കാത്തിരിക്കേണ്ടി വരുമല്ലേ? അല്ല സാറേ, അത് കോമ്പിറ്റന്റ് ക്വസ്റ്റ്യൻസ് അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മളത് കണ്ടുപിടിക്കേണ്ടതാണ്. അതല്ല കോമ്പിറ്റൻസിന്റെ ഭാഗമായിട്ട്. അല്ല സാർ, എഴുത്തുകാരെ കുറിച്ച് നമ്മള് എക്സ്ട്രാ നോളജ് ഉണ്ടാക്കുക തന്നെ വേണം, അതിലൊരു തെറ്റുമില്ല. മോഹൻദാസ് സാർ, എനിക്കൊന്ന് സലാം സാറൊക്കെ കണ്ടു കാണാം. നേരത്തെ വന്ന ഒരു സർക്കുലറിന്റെ ബേസിൽ ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ 9 മുതൽ 12 വരെയുള്ള എല്ലാ വിഷയങ്ങളിലും
ഇല്ലേ സാറേ, അങ്ങനെ ഒരു സർക്കുലർ ഉണ്ട്, വന്നിട്ടുണ്ട്. ഉണ്ടായിരുന്നു, അപ്പൊ അതിനകത്ത് കുട്ടികളുടെ എന്താണ് നൂതന അധ്യാപന രീതികൾ ഉൾക്കൊള്ളണം, വിദ്യാർത്ഥികളുടെ വിമർശനാത്മക ചിന്ത, പ്രശ്നപരിഹാര കഴിവുകൾ, വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തിയുള്ളവരാക്കുക, അനുഭവാധിഷ്ഠിത പഠനം, കഴിവ്, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയുള്ള പഠനം നടത്തണമെന്ന് ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. അപ്പം NEP വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. NEP ഉദ്ദേശിക്കുന്നത് തന്നെ ഇതുപോലെയുള്ള ഒരു ക്രിയേറ്റീവ് തിങ്കിങ് ലെവലിലേക്ക് നമ്മുടെ തലമുറയെ എത്തിക്കുക എന്നുള്ളത്. അപ്പൊ അതിനകത്ത് അത്ര MCQ ഉൾപ്പെടുത്തുന്നതിനകത്ത് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാലമാറല്ലേ, അത് ഏത് എക്സ്റ്റെന്റ് വരെ പോകാന്നുള്ളത്. നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള നിലയിലാണ് മലയാളം CBSE പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരു എഴുത്തുകാരനെ കുറിച്ച് ഏത് എക്സ്റ്റെന്റ് വരെ പോകാം എന്നുള്ളത് അതാണ് സാറേ. അപ്പൊ ഏതെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം, എന്ത് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടി വരില്ലേ കുട്ടികൾ? അതാണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, പരീക്ഷയ്ക്ക് അല്ലാതെ നമ്മൾ അവരെ പഠിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ആ എഴുത്തുകാരെ കുറിച്ച് നന്നായിട്ട് പരിചയപ്പെടുത്തുക, ആ എഴുത്തിന്റെ സാഹചര്യം പരിചയപ്പെടുത്തുക, അതെല്ലാം ഉണ്ടാവും. പക്ഷേ പരീക്ഷ ബേസിൽ പോകുമ്പോൾ പരീക്ഷാ ബേസിൽ പോകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ സാറേ, നമ്മുടെ പുസ്തകത്തിൽ ഇല്ല എന്ന് പറഞ്ഞ ഖസാക്കിന്റെ ഇതിഹാസം എന്നൊരു കൃതി ആരുടേതാണെന്ന് ചോദിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ? പുസ്തകത്തിൽ ഇല്ലാന്ന് OV വിജയൻ അതിപ്പോ അടുത്ത വർഷത്തെ പുസ്തകത്തിൽ വരുമ്പോ ആ സാധനം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എഴുതിയ എല്ലാ കൃതികളും അറിയണ്ടേ? ഖസാക്കിന്റെ ഇതിഹാസം മാത്രം അറിഞ്ഞാൽ മതിയോ? മെയിൻ പുസ്തകങ്ങൾ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നേ OV വിജയന്റെ ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മയ്ക്ക്, അത് OV വിജയന്റെ അന്ന് എല്ലാവരും ഓർക്കണതില്ല. അത്തരം ചോദ്യങ്ങൾ വരില്ലായിരിക്കും. അതുപോലെ ഗുരുസാഗരം വരാം, അതൊക്കെ ഓക്കെ. തലമുറകളൊക്കെ വന്നോട്ടെ. അത് അല്ല, ഏത് എക്സ്റ്റെന്റ് വരെ പോകുന്ന നമ്മള് കൊച്ച ഇടുന്നതിൽ ഒത്തുകൂടെ അതിബുദ്ധി കാണിച്ചിട്ടാലോ നമുക്ക് അവിടെയാണ് ഒരു ലിമിറ്റ് വരേണ്ടത്. പരീക്ഷ വേറെ, പഠിപ്പിക്കൽ വേറെ. ചിലപ്പോ സാറേ അത് വരില്ല. അതെ, അത് ചെയ്യുന്ന നമ്മളാ. നമ്മൾ ഈ നമ്മുടെ പിള്ളേരെ എന്താ പറയാ കുഴയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഇടും. പക്ഷെ ബോർഡിന്റെ പരീക്ഷയ്ക്ക് വരുമ്പോ ഒരിക്കലും വരാറില്ല. അങ്ങനത്തെ ഒരു ചോദ്യം ബോർഡിന്റെ പരീക്ഷയ്ക്ക് വരാറില്ല. അതൊന്നും ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്ന് നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാ വന്നിട്ടുള്ളത്. അത്ര കട്ടിയൊന്നും അല്ല. വളരെ അതാണ് ദോഷം. ഞാൻ പറയുന്നത് ഇനി അവിടെ ഒരു പ്രശ്നമുണ്ട്. 100 വരുമ്പോഴായിരിക്കും A1. ഞങ്ങളുടെയൊക്കെ സെന്ററിൽ വാല്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് 100 മാർക്ക് ഇഷ്ടം പോലെ, മിക്കവാറും അത് 180 വരുമ്പോൾ 100 ആയിരിക്കാൻ വഴിയുണ്ട് ഇത്തവണ A1. അതൊരു പ്രശ്നം തന്നെയാണ്. അതെ, ഈ 12ാം ക്ലാസ്സിൽ ഭയങ്കര ഈസി ക്വസ്റ്റൻ ആയിരുന്നു. അല്ല, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു സാർ. ആരാവുണ്ടോ A1-ഉം 99-ഉം തമ്മിലുള്ള ഒരു പ്രശ്നത്തെ കുറിച്ച് അല്ല, ഒരു സംശയം ഇവിടെ ഉന്നയിച്ചിരുന്നു ആരോ കേട്ടോ. ഞാനിക്കത് എഴുതിയെടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അതിനിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്രേഡിംഗ് സിസ്റ്റം. എനിക്ക് തോന്നുന്നു സലാം സാറിനൊക്കെ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ ഈ പൊസഷണൽ ഗ്രേഡിംഗ് വരുമ്പോൾ ഇത് ഇന്റർനാഷണൽ ഗ്രേഡിംഗാ. അത്യാവശ്യം അറിവുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. പക്ഷെ നമ്മുടെ സാധാരണക്കാരനായ പേരൻസിന് അവരെപ്പോഴും ഗ്രേഡാ നോക്കുക. അവിടെയാണ് ഈ കുഴപ്പം വരിക. അതാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടോ, കൺഫ്യൂഷൻ എന്നല്ല, തർക്കങ്ങൾ ഉണ്ടാവുക. ഈ ഒരു ഗ്രേഡ് അല്ല, മാർക്കിനാണ് ഇമ്പോർട്ടൻസ് എന്ന് നമ്മുടെ പേരൻസും കുട്ടികളും സാറേ അവിടെ പ്രശ്നം. നമ്മുടെ സ്കൂളുകള് എപ്പോഴും ആ റിസൾട്ടിനെ ഒന്ന് പൊക്കി പിടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇത്ര എന്ന് പറയുമ്പോഴത്തേക്ക് പേരൻസ് നോക്കുന്ന അതല്ലേ. അതാണ് ഈ പ്രശ്നം. അത് പേരൻസിനെ വഴിതെറ്റിക്കുക ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു കുട്ടിക്ക് ഒരു സബ്ജക്റ്റിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഗ്രേഡിംഗ് സിസ്റ്റത്തിലെ ഈ എന്താ പറയാ ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോ വെറുതെ അത് നമ്മൾ പൊക്കി പിടിക്കുകയാണ്. അതിനൊക്കെ സ്ഥൂലീകരിക്കുക ചെയ്യുന്നത് വെറുതെ. അതിന്റെ യാതൊരു ആവശ്യമില്ല ശരിക്കും. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് ഗ്രേഡ് 9ന്റെ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ 10ന്റെ തുടക്കത്തിൽ തന്നെ പാരന്റ്സിന് അവയർനെസ് കൊടുക്കണം. നമ്മള് പാരന്റ്സ് മീറ്റിംഗ് എല്ലാം കണ്ടക്ട് ചെയ്യുമല്ലോ. CBSEയുടെ റിസൾട്ട് വരുമ്പോ അതിന്റെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയൊക്കെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് പേരൻസിന് പറയണം ഇത് പെർസെന്റേജിലാണ്. CBSE ഈസ് എൻ ഓൾ ഇന്ത്യ എക്സാമിനേഷൻ. സ്റ്റേറ്റിലാവുമ്പോ ആ പ്രശ്നം വരുന്നില്ല. അപ്പൊ ഓൾ ഇന്ത്യ ലെവലിൽ വരുമ്പോഴേക്കും ആ ഒരു വേരിയേഷൻ വരും. 8 സ്റ്റുഡൻസിൽ എടുക്കുമ്പോഴേക്കും ഫസ്റ്റ് 8 സ്റ്റുഡൻസ് ഔട്ട് ഓഫ് 8, 1 ഔട്ട് ഓഫ് 8 എന്നുള്ളതാണ്. ആ ഒരു അവയർനെസ് പാരന്റ്സിന് നമുക്ക് കൊടുത്ത ആ പ്രോബ്ലം തീരുള്ളൂ. പേരൻസിന് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ നമുക്ക് ബഹളം വയ്ക്കുന്നത്.
എന്റെ കുട്ടിക്ക് ഇത്ര കിട്ടി, പക്ഷെ അതാണ് B2 ആയിപ്പോയി എന്നൊക്കെയുള്ള. എനിവേ അല്ല സാർ, എന്തായാലും അല്ല സലാം ഓരോ സാർ, 12 എക്സ്ട്രാ ശതമാനത്തിലും മൈൽസ് ഗ്രേഡ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെയല്ല. എക്സ്ട്രാ മൈൽസ് ടീച്ചേഴ്സിന് വേണ്ടി മാത്രമല്ല, പാരന്റ്സിന് ഒരു സെഷൻ വെക്കാം. പക്ഷെ ശരിയാണ്, തീർച്ചയായിട്ടും അങ്ങനെ പാരന്റ്സ് ഒരെണ്ണം ജോയിൻ ചെയ്യുമെങ്കിൽ നോ പ്രോബ്ലം, വി ആർ റെഡി. അതാ ഞാൻ പറഞ്ഞത് സാർ, നമ്മള് അല്ല. ക്ഷണിക്കുക. അവര് വരികയാണെങ്കിൽ അവര് കേൾക്കട്ടെ, താല്പര്യമുള്ളവര്. ഇപ്പൊ 10-ലെ ഇതിലുള്ള പലരും ഇത് parents മെയിൻ ആണ്. ആയിട്ട് 10ഉം 12ഉം പാരന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. 9-ലൊന്നും ഇത്ര കാര്യമായിട്ട് ഇത് വരുന്നില്ല. 10-12 ക്ലാസ്സുകളിലെ പാരന്റ്സിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ദേ ഷുഡ് കം, നമുക്കത് നോക്കാലോ. നമുക്ക് ഓരോ സ്കൂളിലെ പേരൻസിനെ അങ്ങനെ സമീപിക്കാം, അവരെ അറിയിക്കാം. സ്കൂൾസ് ഇനിഷ്യേറ്റീവ് എടുത്ത് നമുക്ക് അവരെ സ്കൂൾ എടുത്താൽ മതി. awareness അതെ, കൊടുക്കാം. അല്ലാതെ തീർച്ചയായിട്ടും. ചെയ്യാം സാർ. അതെന്താ അറിയോ, ഇതൊരു തലവേദനയാണത്. ഇത് വലിയൊരു ആളുകൾക്ക് വലിയ പേടിയും പ്രശ്നങ്ങളും ഒക്കെയാണത്. അനാവശ്യമായിട്ട് മലയാളത്തെ താത്തിക്കെട്ടാനും ഉപയോഗിക്കാറുണ്ട് ഈ ഗ്രേഡ്. അതെന്താ അറിയോ, നമുക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഗ്രേഡ് പ്രശ്നം വരുന്നത്. 96 കിട്ടിയ കൊച്ചിന് B1 വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി പേരൻസ് വിഷമിക്കാൻ തുടങ്ങും. അപ്പൊ അത് നമ്മൾ മാറ്റിയെടുക്കണം. കാരണം നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് ശരിക്കത്. നോ പ്രോബ്ലം. അപ്പൊ അതെന്തായാലും എന്താ പറയാ, സാർ നമുക്കിനി ചോദ്യം ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പൻസിന് ചോദ്യം അതാ ഉണ്ടെങ്കിൽ സോണി ടീച്ചറാണ് നേരത്തെ A1-നെ ചോദിച്ചത്. അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു കേട്ടോ സാർ. ഒരു ടീച്ചർ ചോദിച്ചിരുന്നു, അവർക്കത് ഞാനത് തെറ്റി മറ്റേ 11ന്റെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാമിനോട് പറഞ്ഞത്. അപ്പൊ അവർക്കത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോമി സോജൻ അതന്നെ, അവർക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും അത്. നമുക്കിനി എന്തായാലും ഇന്നത്തെ സംശയം ഉണ്ടെങ്കിൽ കൈപൊക്കിയാൽ നമുക്ക് സംസാരിക്കാം. സംസാരിക്കാം. അതുപോലെ ഷിജി മാം, നമ്മുടെ 11 and 12ന്റെ ഇന്റേണൽ അസസ്മെന്റിന്റെ ഒരു കാര്യം പറഞ്ഞു, 20 മാർക്സ്. അതിനെ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് സാറേ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 11th 12th പഠിപ്പിച്ചിരിക്കുന്നവർക്കറിയാം, നമുക്ക് 20 മാർക്ക് ഇന്റേണൽ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. 20 മാർക്ക് ഇന്റേണല് പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് ആണ് 10 മാർക്കിന്റെ ഉണ്ടായിരുന്നത്. നമ്മൾ നടത്തുന്ന മെയിൻ എക്സാംസിന്റെ ബേസിൽ എടുക്കുന്ന 10 മാർക്കും 10 മാർക്ക് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്ങിന്റേതും. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ചെയ്യിക്കുന്ന സ്പീക്കിംഗ് സ്കിൽ എന്തെങ്കിലും, ലിസണിങ് സ്കിൽ എന്തെങ്കിലും, അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഉദാഹരണത്തിന് മുൻ വർഷങ്ങളിൽ വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന പാഠം ഉണ്ടായിരുന്നില്ല പഠിക്കാൻ. അപ്പോൾ ക്ലാസ്സിൽ ഒരു തവണ ആ ലെസൺ ഒന്ന് വായിക്കും, കുട്ടികൾ ലിസൺ ചെയ്തിരിക്കും. തുടർന്ന് പുസ്തകം അടച്ചതിന് ശേഷം അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യനെയർ കൊടുക്കും. വായിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് MCQ ആയിട്ട് അതിനകത്ത് കാണും. കുട്ടികൾ അത് ടിക്ക് ചെയ്യും. അപ്പൊ അവിടെ ഒരു ലിസണിങ് സ്കില്ലിന്റെ വരികയാണ്. സ്പീക്കിംഗ് സ്കില്ലിന് ഏതെങ്കിലും ഒരു ജനറൽ ടോപ്പിക്ക് കൊടുക്കും, കുട്ടികളെ കൊണ്ട് അതേക്കുറിച്ച് സംസാരിപ്പിക്കും. ഇതാണ് മാർക്ക് ഇടാൻ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. പിന്നെ റൂബ്രിക്സ് ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും നോട്ട്ബുക്സിനൊക്കെ മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം നമുക്ക് തന്നിരിക്കുന്ന സിലബസിനകത്ത് 10ാം ക്ലാസ്സിന്റെ അതേ രീതിയാണ് സിലബസിൽ കൊടുത്തിരിക്കുന്ന ഇന്റേണൽ അസസ്മെന്റ്. അത് സിലബസ് നോക്കിയവർ കണ്ടു കാണും. പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ്, ആർട്ട് ഇന്റഗ്രേഷൻ പ്രോജക്ട്സ്, പോർട്ട്ഫോളിയോ, സബ്ജക്ട് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ്, ഇത്രയുമാണ് 10ലുള്ള. അത് തന്നെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പ വഴി ഞാൻ പറഞ്ഞതുപോലെ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ട്, അതിന്റെ മാർക്ക് എടുക്കുക, അത് 10 മാർക്കിന് വേണ്ടി മാറ്റി വെക്കുക. ബാക്കി 10 മാർക്ക് നമ്മൾ മറ്റ് ആക്ടിവിറ്റീസിനായിട്ട് വെക്കുക. ഒരു പ്രോജക്റ്റ് ചെയ്യിക്കുക. ആ പ്രോജക്റ്റിന്റെ എന്താ പറയാ, ഒരു മോഡൽ ഞാൻ പിന്നീട് ഷെയർ ചെയ്ത് തരാം. അപ്പോ അതങ്ങനെ ഒന്ന് ചെയ്യിക്കുക. ഒരു മിനിറ്റ്, 11ലും 12ലും ആർട്ട് ഇന്റഗ്രേറ്റഡ് പ്രോജക്റ്റ് ഇല്ലല്ലോ, അവർക്ക് ആർട്ട് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ഇല്ല. അത് സാർ, ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ഈ മാർക്ക് എൻട്രി നമ്മുടെ അപ്ലോഡിങ്ങിന്റെ സമയത്തും ആർട്ട് ഇന്റഗ്രേറ്റഡ് 11ലും 12ലും കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തന്നിട്ടുണ്ടെങ്കിലും നമുക്കത് ചെയ്യേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് അപ്ലോഡിങ് പറയുന്നില്ല. ഇനിയിപ്പോ ഈ വർഷത്തെ സർക്കുലർ വന്നാലേ നമുക്ക് അറിയത്തുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന പ്രോജക്റ്റില് ഒരു ചെറിയ സെക്ഷൻ ആർട്ട് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ലെസൺ എടുത്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു കലാരൂപമോ എന്തെങ്കിലും ഒന്ന് ഒരു പഠനം ചെറിയ രീതിയിൽ നടത്തി കഴിഞ്ഞാൽ ആർട്ട് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ആയി. അത് നമുക്ക് സർക്കുലർ വരുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. അതില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു എഴുത്തുകാരനെ കുറിച്ചോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചോ ഒരു പ്രോജക്റ്റ് ചെയ്യിക്കുക. ഈ പ്രോജക്റ്റും ഏതെങ്കിലും 1-2 എസ്സേയും അസൈൻമെന്റ് ആയിട്ട് ചെയ്യിക്കുക. ഇത്രയും മതിയായിരിക്കും. ഇത് പോർട്ട്ഫോളിയോ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്താൽ മതി. ഈ പ്രോജക്റ്റിനെ ബേസ് ചെയ്ത് ലാസ്റ്റ് ഒരു വൈവയും കൂടി
കണ്ടക്ട് ചെയ്യുക. ബാക്കി പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റിന് എടുത്താൽ മതി. നോട്ട്ബുക്ക് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നോട്ട്ബുക്കിന്റെ മാർക്ക് നമുക്ക് ഇതിനകത്ത് കൂട്ടാവുന്നതാണ്. ക്ലാസ് ടെസ്റ്റിന്റെ എടുക്കാവുന്നതാണ്. വലിയ തലവേദനകൾ ഇല്ലാതെ നമുക്ക് ഈ ഇന്റേണൽ അസസ്മെന്റിനെ 11ലെയും 12ലെയും കൊണ്ടുപോകാം. ഞാനിപ്പോ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ ഫോളോ ചെയ്ത ഒരു രീതിയാണ് പറയുന്നത്. ഒരുപക്ഷെ മറ്റു സ്കൂളുകളിൽ മറ്റു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടാവും. അവരൊക്കെ ഇന്ന് ഷെയർ ചെയ്യുകയാണ്. പുതിയ അറിവുകൾ കിട്ടുവാണെങ്കിൽ നമുക്കും അത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. യെസ് മാം. ആ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഒരു കൺസേൺ മാത്രമേ ഉള്ളൂ. പ്രോജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. മുൻ വർഷങ്ങളിൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിരുന്നു. ഈ വർഷം പ്രോജക്റ്റ് എന്ന് എടുത്തു പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ ഈ വർഷം പ്രോജക്റ്റ് ചെയ്യാൻ കൊടുത്തു. കാരണം നമുക്ക് വൈവ ചെയ്യുമ്പോൾ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്. കാരണം വൈവ നമ്മൾ നടത്തുന്നതിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് അത്യാവശ്യം. അപ്പം ഈ വൈവ നടത്തണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതിനെ ബേസ് ചെയ്ത് കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രോജക്റ്റ് തന്നെ ചെയ്തു പോകുന്നത്. അതല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവാം. ഇംഗ്ലീഷിന് ചെയ്യുന്ന ASL പോലെ അതേ ഒരു പാറ്റേൺ കീപ്പ് ചെയ്ത് പോകണുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ ASL ചെയ്യുമ്പോൾ അത് അവിടെയും വൈവ ഒക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ മലയാളത്തിലും പോകാം എന്നുള്ളതാണ്. അതെ, അല്ല അത് വേണം സാർ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഈ വൈവയെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാഞ്ഞിട്ട് നമ്മള് മാർക്ക് ഇന്റേണൽ അപ്ലോഡിങ്ങിന് ചെന്നപ്പോഴാണ് അവർ ഫോട്ടോസ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ വൈവ കണ്ടക്ട് ചെയ്ത് വൈവയുടെ ഫോട്ടോസ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അത് നമ്മൾ വൈവ നടത്തു തന്നെ വേണം. ASL ഇംഗ്ലീഷിന് ചെയ്യുന്നത് പോലെ ഇത് ചെയ്താൽ മതി. ഓക്കെ, ഇനി ചോദ്യങ്ങളുണ്ടോ? ചോദ്യങ്ങൾ സാറേ, ആ ടീച്ചർ ഇതിന്റെ പ്രശ്നങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് പറഞ്ഞു. കാരണം ഈ ഗ്രേഡിംഗ് സിസ്റ്റം അല്ല എന്നുള്ളത്. സാർ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തേ. ആ ടീച്ചർ അത് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അല്ല, അത് വരുന്നത് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അത് പറഞ്ഞേ സാർ? അത് പെർസെന്റേജ് അല്ല, ആക്ച്വലി അത് പെർസെന്റൈലാണ്. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ ആ ഡിഫറൻസ് വരുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ എടുക്കുമ്പോഴാണ്. ഇപ്പം ഹയസ്റ്റ് ഒരു 8 കുട്ടികളുടെ എടുത്തിട്ട് അതിൽ വരുന്ന ഒരു ലെവലാണ് A1, A2, A3 എന്നുള്ള ഈ ലെവലിലേക്ക് പോകുന്നു. അപ്പൊ ഓൾ ഇന്ത്യ കമ്പാരിസൺ അതിനെക്കുറിച്ച് നമ്മുടെ അടുത്ത് ഒരിക്കലും ഏതോ ഒരു നമ്മുടെ തന്നെയാണ് ഒരു സർക്കുലറിനെ ബേസ് ചെയ്ത് അതിന്റെ ആ മാർക്കിന്റെ കൃത്യം ഗ്രേഡിംഗ് പറഞ്ഞിട്ടുള്ള ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. ജയിച്ച കുട്ടികളുടെ 12% ഏറ്റവും ടോപ്പ് വരുന്നത് A1 ആയിട്ട് വരും. കറക്റ്റ്. അതില് നമ്മുടെ കരിക്കുലത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഈ അസസ്മെന്റ് സ്ട്രാറ്റജിയിൽ അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇപ്പം അവിടെ മലയോര പ്രദേശങ്ങൾക്കുള്ളവർക്കും നല്ലൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചേഴ്സിന് അവയർനെസ് വേണം. സലാം സാറേ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വലിയ പ്രശ്നം CBSEയുടെ ഒരുപാട് സർക്കുലേഴ്സ് ഉണ്ട്. ഡേ ടു ഡേ സർക്കുലേഴ്സ് വരുന്നുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും CBSEയുടെ സർക്കുലർ കുത്തിയിരുന്ന് വായിച്ചു പഠിക്കുക എളുപ്പമുള്ള കാര്യമല്ല. ആദ്യം പറയുന്നതല്ല, പിന്നെ പറഞ്ഞ ഈ ആർട്ട് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് തന്നെ എടുത്തു നോക്കുക. അതിന്റെ മൊത്തം സർക്കുലർ വായിക്കുമ്പോൾ ആദ്യം പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് പിന്നെ ഒരിടത്ത് പറയുന്നുണ്ട്. അത് ഒരു പ്രശ്നമാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മൾ മിക്കവാറും ടീച്ചേഴ്സ് ഈ സർക്കുലറിലൂടെ പോകാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ആകാതെ പോകുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. നമ്മൾ അതിൽ നിന്ന് മാറി CBSEയുടെ പുതിയ മാറ്റങ്ങളും സർക്കുലേഴ്സും എല്ലാം ഒന്ന് ഫോളോ ചെയ്ത് പോകേണ്ടത് നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നതെന്ന് തോന്നുന്നു. ആരോ കൈ ഉയർത്തിയിട്ടുണ്ട് സാർ. ഒരു മിനിറ്റ് മാം. ആരോ കൈ ഉയർത്തിയിട്ടുണ്ട്. അത് A++ ആണെന്ന് തോന്നുന്നു. അതായത് ബോധ്യപ്പെടുത്തിയായിരിക്കും. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും റഹീം കാസിം സംസാരിക്കാനാണെങ്കിൽ വെർച്വൽ ഹാൻഡ് റൈസ് ചെയ്യാം. വെർച്വൽ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അൺമ്യൂട്ട് ചെയ്യും. സംശയം ചോദിക്കാം. ഈ പറഞ്ഞ പാഠ്യ പദ്ധതിയെ കുറിച്ചുള്ള സംശയം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് മുരളി സാറും മോഹൻദാസ് സാറും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യും. അല്ല, അവർക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഒരു മിനിറ്റ് നമുക്ക് കൊടുക്കാം. നേരിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ കൈ വെക്കുക, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടാലും മതി. അതെ. അപ്പൊ എന്തായാലും സാർ ഇന്ന് വളരെ സന്തോഷമുണ്ട്. വളരെ മാറ്റം. ഈ ഷിജി മാമിന്റെ ക്ലാസ്സിനെ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെയാണ്. മാത്രമല്ല, ഈ പ്രസന്ന മധുരം എന്നൊരു വാക്ക് മലയാളത്തിലുണ്ട്. ഗുപ്തൻ നായരാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ പ്രസന്നവും മധുരവുമായ രീതിയിൽ തന്നെ മാം അത് അവതരിപ്പിച്ചു. വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ആളുകൾക്കൊരു ഒരു എന്താ പറയാ, സന്തോഷത്തോടുകൂടി ഒരു കാര്യം അവർക്ക് എന്തോ പറയാണ്ട് മാം. അത് സോമി സോജൻ ഒന്ന് കൈ ഉയർത്തിയ സാർ.
ഒരു വെർച്വലോ കൈ ഉയർത്തിയിട്ടുണ്ടോ? സാർ ചാറ്റിൽ വരുന്നുണ്ട്, ചാറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതൊന്നും സോമി സോജന്മാൻ ചോദിച്ചോളൂ. എനിക്ക് സംഭവങ്ങളൊക്കെ പറഞ്ഞതൊക്കെ എനിക്ക് വ്യക്തമായി. എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു A1-ന്റെ ഗ്രേഡിംഗ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ അറിയാം. പക്ഷേ ബാക്കി എല്ലാ സബ്ജക്റ്റുകൾക്കും A1-കൾ കിട്ടുകയും മലയാളത്തിനത് 99-ൽ നിന്നും 98-ലേക്ക് പോവുകയും ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും പേരൻസിനും കുട്ടികൾക്കും വളരെ വലിയൊരു ആശങ്കയുണ്ട്. അപ്പൊ ആ ഒരൊറ്റ സബ്ജക്റ്റിന് ഒറ്റ മാർക്കിന്റെ കുറവ് കൊണ്ട് ഫുൾ A1 നഷ്ടപ്പെടുന്നു. അത് അവർക്കൊരു ആശങ്ക. നമ്മൾ എത്ര പറഞ്ഞാലും അവരാ ഒരു ഇതിലേക്ക് വരികയില്ല. അങ്ങനെ ഒരു സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. ബാക്കി സബ്ജക്റ്റുകൾക്കൊക്കെ അത്രയും മാർക്ക് വേണ്ടല്ലോ A1 കിട്ടാനായിട്ട്. 99 മാർക്ക് അല്ലെങ്കിൽ 98 മാർക്കോളം എത്തപ്പെടുന്നില്ല A1 കിട്ടാനായിട്ട്. മലയാളത്തിന് മാത്രമേ ഇങ്ങനെ എത്തപ്പെടുന്നുള്ളൂ. എനിക്ക് A1-ന്റെ ഗ്രേഡിംഗ് സിസ്റ്റം എല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷേ പേരൻസിനും കുട്ടികൾക്കും അതൊരു വലിയ ആശങ്ക തന്നെയാണ്. മാഡം, സ്കൂളിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് പേരൻസിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. സ്കൂളിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. CBSE വ്യക്തമായിട്ട് എല്ലാ സ്കൂൾസിനും ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് പേരൻസിനും കുട്ടികൾക്കും ടീച്ചേഴ്സിനും കൊടുക്കുക എന്നുള്ള സ്കൂളിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമുക്ക് അടുത്ത ചർച്ചയിൽ ഇതോടെ ഉൾപ്പെടുത്തി നമുക്കൊരു ക്ലാസ് എടുക്കാം. കുട്ടികളും പാരന്റ്സും പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ ജോയിൻ ചെയ്യും. യെസ് യെസ്. ഇതില്ലെങ്കിൽ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ കടുപ്പമാക്കിയാൽ മതി, പ്രശ്നം തീർന്നു. അത് ശരിയാണ്. എല്ലാവർക്കും 100 കിട്ടുന്നത് 98 കിട്ടുള്ളൂ. പിന്നെ ആ 98 A1. അത് മലയാളം കടുപ്പമാക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇട്ടവരെ എല്ലാവരും കൂടെ പഞ്ഞിക്കിടും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ എടുത്തവർ അതിടാത്തത്. മാർക്കിന്റെ ബേസിൽ ഗ്രേഡ് നൽകാൻ നമുക്ക് CBSEയോട് അഭ്യർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അടുത്തത് +2 ഗ്രാമർ പ്ലേസ്. അപ്പൊ റഹീം സാറിന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്യാം അല്ലെ? +2 ഗ്രാമറിനെ കുറിച്ചിട്ടാ. ഒരു മിനിറ്റ്. +2 ഗ്രാമർ നമ്മള് ഈ വർഷത്തെ സിലബസിൽ അലങ്കാരം മാറി. കഴിഞ്ഞ 11ാം ക്ലാസ്സിലുള്ള ശൈലികള് കുറച്ച് പഠിപ്പിക്കുക. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ശൈലികൾ മതിയാവും. അത് MCQ ആയിട്ട് ചോദിക്കാം. പഴഞ്ചൊല്ലുകള് കുറച്ച് പഠിപ്പിക്കുക. ഫേമസ് ആയിട്ടുള്ള ടഫായിട്ടുള്ള ഒന്നും വരില്ല, സിമ്പിൾ ആയിരിക്കും. അത് MCQ ആയിട്ട് വരും. കുട്ടികൾക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തെറ്റുതിരുത്തല്, അത് നമ്മൾ 8ാം ക്ലാസ് തൊട്ട് ഫോളോ ചെയ്ത് വരുന്നതാണ്. വാക്യം കൊടുത്തിട്ട് തെറ്റുതിരുത്താൻ കുട്ടികൾക്ക് അത് പാടുന്നില്ല. അത് പാഠപുസ്തകത്തിൽ നിന്നായിരിക്കാൻ ചോദിക്കാം. അതുണ്ടാവും. വാക്യത്തിൽ പ്രയോഗിക്കാനും ചോദിക്കാം. വാക്യത്തിൽ പ്രയോഗിക്കാൻ ചോദിക്കുന്നത് മിക്കവാറും കോമൺ ആയിട്ടുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്യത്തിൽ പ്രയോഗിക്കാതിരിക്കാൻ ചോദിക്കുക. പിന്നെ പറഞ്ഞതുപോലെ പരാവർത്തനം ചെയ്യുക. ഈ പരാവർത്തനം മാത്രമാണ് പുതിയതായിട്ട് കയറി വന്നിരിക്കുന്നത്. അത് 2 മാർക്കിന്റെ ആണ്. അത് കൂടുതൽ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ക്ലാസ് വരുമ്പോഴോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ സാമ്പിൾ ക്വസ്റ്റ്യൻ വന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്യാനായിരുന്നു. നിലവില് നമ്മുടെ ഈ 4-2 6 മാർക്കിന്റെ +2-ന്റെ ഗ്രാമർ കുട്ടികൾക്ക് മുഴുവൻ മാർക്ക് കിട്ടുന്ന രീതിയിലാണ്. അതില് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് സമയനഷ്ടവും ഇല്ല. പഠിപ്പിക്കാനും എളുപ്പം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പിന്നെ റഹീം എന്ന് പറഞ്ഞ ആള് വന്നിട്ടുണ്ട്. എനിക്ക് ഈ വർഷമാണ് 11th 12th മലയാളം ഈ വർഷമാണ് വന്നിരിക്കുന്നത്. സംശയം വന്നിരിക്കുന്നത് മാഡം, നമുക്ക് പാഠഭാഗത്തിൽ നിന്നുള്ളതാണ് ശൈലികൾ പഴഞ്ചൊല്ലുകളൊക്കെ. ഞങ്ങൾക്കിപ്പോ തുടങ്ങിയിട്ടില്ല പാഠം. അപ്പൊ നമുക്ക് ശൈലികൾ പാഠഭാഗത്തിൽ അല്ല, അത് ജനറൽ ആയിരിക്കും. അപ്പൊ എങ്ങനെ സാറെ കേൾക്കുന്നില്ലല്ലോ? 9-10 ക്ലാസ്സുകളിൽ മുമ്പ് പറയുന്നത് അതുപോലെ തന്നെ 9-10 മുമ്പുണ്ടായിരുന്ന ശൈലികളൊക്കെ അതൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. വാക്യത്തെ പ്രയോഗിക്കാൻ ജനറൽ ആയിരിക്കും സാറേ. പാഠപുസ്തകത്തിൽ നിന്നല്ല. ഇപ്പൊ ഉരുളക്കുപ്പേരി നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥിരം കുറച്ച് ശൈലികളില്ലേ സാറേ, അതൊക്കെ പഠിപ്പിച്ചു വെച്ചാൽ അതേപോലെ മാഡം മാത്രം മതി. സെന്റൻസ് മേക്കിംഗിൽ ഇഡിയംസും പ്രോവർബും ചോദിക്കുന്നുണ്ടല്ലോ. അതെ. ഇപ്പം
ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ ഒരു മാത്രം മനസ്സിലായി. അത് കൊടുത്തിട്ട് ഒരു വാക്യം നിർമ്മിക്കാൻ ആ രീതിയിലായിരിക്കും ചോദിക്കുക. ഓക്കെ മാഡം, മറ്റൊരു സംശയം, നമ്മുടെ കവിതയിൽ നിന്നുള്ളതാണ് പരാവർത്തനം ചോദിക്കുക. നമുക്ക് പഠിക്കാനുള്ള ജനറൽ ആയിരിക്കും. അത് അതിനകത്ത് നമ്മുടെ സിലബസ് എടുത്ത് നോക്കുക. പ്രത്യേകം അവർ പറയുന്നുണ്ട് സിമ്പിൾ ടൈപ്പ് പരാവർത്തനത്തിന് ചോദിക്കുന്ന കുട്ടികൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന, അർത്ഥം മനസ്സിലാകുന്ന, ആശയം മനസ്സിലാകുന്ന 4 വരികളെ കൊടുക്കുള്ളൂ. അതിൽ ഏതെങ്കിലും മീനിങ് ടഫ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടും ഉണ്ടാവും. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. സലാം സാർ, വേറെ ആരെങ്കിലും ഉണ്ടോ ചോദ്യം? ഇല്ലല്ലോ, കൈ ഉയർത്തിയിട്ടില്ലല്ലോ. ഇല്ല, എല്ലാവർക്കും മനസ്സിലായി. അതെ, എല്ലാം എന്താ പറയാ, കോംപ്ലിമെന്റ്സ് ആയി അല്ലേ? കോംപ്ലിമെന്റ്സ് ആയി, എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്. സലാം സാറേ, സാറിനോട് ഒരു അപേക്ഷയുണ്ട്. ഞങ്ങള് രാവിലെ മുരളി സാറുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സാർ, നമുക്ക് ബേസിക് ഗ്രാമറിന്റെ ക്ലാസ്സുകളും പിന്നെ നമ്മുടെ 9ാം ക്ലാസ്സിന്റെ പുതിയ പുസ്തകത്തെ ബേസ് ചെയ്തും 10ലെ പുതിയ പാഠത്തെ ബേസ് ചെയ്തും 1-2 ക്ലാസ് വേണ്ടതുണ്ടെന്ന് തോന്നുന്നു. സജസ്റ്റ് ചെയ്തോളൂ, നമുക്ക് അടുത്ത മാസം വെക്കാം. നമ്മുടെ അശ്വമേധം പോലെയുള്ള പാഠങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ എടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രാമറും, എനിക്കൊന്ന് മോഹൻദാസ് സാറിനൊക്കെ സുഖമായിട്ട് ഗ്രാമർ, അതായത് നമ്മളിപ്പോ സന്ധി സമാസമൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും ശരിക്കും അതൊന്ന് ബേസ് കിട്ടിയെങ്കിലേ ഈ ടീച്ചേഴ്സിന് എങ്ങനെ പദം പിരിക്കണം, എങ്ങനെ വിഗ്രഹിക്കണം എന്നൊരു ഐഡിയ കിട്ടത്തുള്ളൂ. പലപ്പോഴും അത് അറിയത്തില്ല. അതെ, നമ്മളത് ഒഴിവാക്കിയെങ്കിലും ഇപ്പോഴും അടി നടന്നുകൊണ്ടിരിക്കുകയല്ലേ, വെള്ളക്കെട്ടാണോ വെള്ളം കെട്ടാണോ, വെള്ളം തന്നെയാണ് സാർ. അതെങ്ങനെയാ വെള്ളം കെട്ടാ, മരക്കൊമ്പാണോ മരക്കൊമ്പാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് സാർ. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ വെള്ളത്തിന്റെ കെട്ട് ഇറങ്ങാത്തതാണ് പ്രശ്നം. അപ്പോഴാണ് ഈ വെള്ളം കെട്ടും ഒക്കെ ആയിട്ട് മാറുന്നത്. വെള്ളക്കെട്ടുകാര് മരക്കൊമ്പേ കയറിയിരിക്കുകയാണ്. അതാണ് സാർ. അല്ല, എന്തായാലും നീട്ടണ്ട സാർ, കാരണം ഒരുപാട് പേരുണ്ട്. മരം പൊത്തെന്ന് പറയുന്ന ഒരു വലിയ സംഖ്യ വന്നോണ്ടിരിക്കുകയാണ്, അതൊരു വലിയ ദുരന്തമാണ്. അല്ല, അത് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു പ്രശ്നമില്ല സാർ. നിങ്ങള് നന്നായിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ വാക്കുകളൊക്കെ പിരിച്ചെഴുതി പഠിക്കുന്നത് ഏറ്റവും നല്ലത് പദ്യം. മുരളി സാർ, ഈ പുതിയ തലമുറയിലെ ടീച്ചേഴ്സിന് ഗ്രാമറൊക്കെ ഒന്നാമത് മലയാളം പാടാണ്. ഗ്രാമറോടെ പറയുമ്പോഴേക്കും അതിന്റെ ഒരു ബേസിക്, മാഡം പറഞ്ഞ പോലെ ഒരു ബേസിക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ഒരു ദിവസം അടിസ്ഥാന വ്യാകരണം മാത്രം നമുക്കൊരു ക്ലാസ് വെക്കാം സാർ. അത്യാവശ്യമാണ് സാർ. CBSE ശരിക്കും പറഞ്ഞാൽ സന്ധി സമാസം എടുത്തു കളഞ്ഞതിനോട് ഞാൻ എതിരായിരുന്നു. കാരണം സ്റ്റേറ്റ് സിലബസിൽ ഓൾറെഡി കളഞ്ഞു, പക്ഷെ PSCക്കൊക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈ സന്ധി സമാസം പഠിക്കാതെ നമ്മൾ കുട്ടികൾക്ക് പിരിക്കാൻ കൊടുക്കുമ്പോൾ ഇവർ എന്ത് നിയമം വെച്ചാണ് ആ പദം പിരിക്കുക? അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രശ്നം വരുന്നത്. ഞങ്ങളൊക്കെ ഇപ്പോഴും 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ സന്ധി സമാസം പഠിപ്പിക്കുന്നുണ്ട്. പേരൻസ് ഞങ്ങളോട് വഴക്കുണ്ടാക്കാറുണ്ട്. വർണ്ണവികാരം എന്താണെന്ന് പിള്ളേർ അറിഞ്ഞിരിക്കണം. അക്ഷരങ്ങളല്ല പിരിക്കുന്നത്, അക്ഷരങ്ങളല്ല വർണ്ണങ്ങളാണ്. ഇത് പലർക്കും അറിയില്ല മാം, അതായി പ്രശ്നം. വർണ്ണമാറ്റമാണ് സന്ധി എന്നുള്ള അതറിയില്ല, അവര് അക്ഷരേ നോക്കുള്ളൂ സാർ. അതാണ് ഈ പ്രശ്നം. അച്ഛല് വർണ്ണങ്ങള്, സ്വരങ്ങളും ഈ സ്വരം ചേരാത്ത വ്യഞ്ജനങ്ങളും ഇതിനെ കുറിച്ച് അവര് അറിഞ്ഞിരിക്കണം സാർ. അപ്പോ ഒരു ക്ലാസ് എന്തായാലും നമ്മൾ വെക്കന്നെ വേണം, അത് നല്ലതാണ്. അത് സലാം സാർ ഏറ്റെടുത്തോളൂ. അതുപോലെ അധ്യാപകർ, നമ്മുടെ ഗ്രൂപ്പിലുള്ള അധ്യാപകർക്കൊക്കെ മുന്നോട്ട് വരാം. തീർച്ചയായിട്ടും അധ്യാപകർക്ക് സന്തോഷത്തോടുകൂടി വരും. നമുക്കത് എന്തായാലും ഇപ്പൊ ഷിജി മാം ക്ലാസ് എടുക്കാൻ തയ്യാറായി. ഇനിയും ആൾക്കാർ വരും. ഷിജി മാം അല്ലേ സാർ? തകർത്തു, ഇനിയും തകർക്കണമെന്ന് പറയണം. അല്ല, ഇനിയും തകർക്കണം, ഞാനതാ പറഞ്ഞത്. ഇനി എന്താ പറയാ, ഉണ്ണിയാർച്ചമാരല്ല, ആരോമന്മാരും വരട്ടെ, ചന്തുമാരും ഒക്കെ വരട്ടെ സാർ. എന്തായാലും വളരെ സന്തോഷം മാം, വളരെ രസകരമായിട്ട് ക്ലാസ് എടുത്തു. അറിയേണ്ട കാര്യങ്ങളൊക്കെ. സലാം സാറേ, ഈ രാവിലെ മുരളി സാർ, ഞാൻ ക്ലാസ്സിലേക്ക് പോകാൻ തിരക്കിട്ടേക്കാം, മുരളി സാർ വിളിച്ചിട്ട് ടീച്ചറെ ക്ലാസ് ഭയങ്കര രസകരമായിട്ട് ഒന്ന് ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ഞാൻ ഓർത്ത് ഈ സിലബസ് രസകരമായിട്ട് ഹാൻഡിൽ ചെയ്യണം. ദൈവമേ, വല്ല കവിതയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ രസകരമായി, കുഴപ്പമില്ല.
നമ്മൾ ഒരുമിച്ച് പിടിച്ചാൽ എല്ലാം നമുക്ക് രസാക്കാം. അത് തന്നെ, കാരണം അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു കുടുംബ കൂട്ടായ്മ എന്ന് കരുതി നമുക്ക് മുന്നോട്ട് ഇത് പോകാം. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിക്ക് ആ രസത്തിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ എനിക്ക് അതെ എന്റെ അതെ അനുഭവം മാം, ഞാൻ ഇപ്പോഴും അതെ ഇപ്പോ 65 വയസ്സായി, പക്ഷേ ഐ എൻജോയ് ദ ടീച്ചിങ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത മാം. ഇപ്പോഴും എന്ത് രസാന്നറിയോ, നമ്മളൊരു ക്ലാസ്സിലേക്ക് തീർച്ചയായിട്ടും. ചെല്ലുമ്പോ ആ കുട്ടികളുമായിട്ട് അവരുമായിട്ട് ഇപ്പൊ ഞാൻ ഈ മാം നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഈ പിരിച്ചെഴുതലൊക്കെ പദ്യങ്ങൾ വെറുതെ അവരെ കൊണ്ട് പിരിപ്പിക്ക്, നല്ലതല്ലേ? അതെ അതെ കോംപ്രിഹെൻഷൻ പ്രാക്ടീസ് ചെയ്യിക്ക്, എത്ര നല്ലതാ ശരിക്കത്. അവധാരണത്തെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് അവർക്ക് ചെയ്യാം. അതെ ഇതേപോലെ തന്നെ ഈ മറ്റേ സ്വരങ്ങളുടെ മാത്രകളുണ്ടല്ലോ, ഇത് അവരെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയിപ്പിക്ക്. അങ്ങനെ പറയിപ്പിച്ചും എഴുതിച്ചും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, മാറ്റം കൊണ്ടുവരാം. അവർക്ക് അത് ഇൻട്രസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ ശരിയാണ്. പറ്റും. ഞാൻ അതിന് അതെ ചെയ്യുന്ന ഒരു ശരിയാണ്. സൂത്രം, സിനിമാ പേരാ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. ഇപ്പൊ രേഖാചിത്രമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനത്തെ ഒക്കെ നല്ല രസമുള്ള വാക്കുകൾ പിള്ളേർക്ക് അത് കേട്ടാ അപ്പൊ ഇഷ്ടപ്പെടും. അതൊക്കെ നല്ല അതെ അതെ ബീഫ്, നല്ല പൊറോട്ട, ഇതൊക്കെ വരും എന്റെ ക്ലാസ്സിൽ. അതെ അതെ, പിള്ളേർക്ക് ആർട്ട് അതൊക്കെ ഇന്റഗ്രേഷൻ. ഇഷ്ടമാണ്. അല്ലെ, ആർട്ട് ബിരിയാണി ഇന്റഗ്രേഷൻ. വരും, ഈ മുരളി കുഴിമന്തി സാറിന്റെ വരും. ക്ലാസ് കേട്ടിട്ടാണോ? മുരളി സാറിന്റെ ക്ലാസ് കേട്ടിട്ടായിരിക്കും ചിലപ്പോ CBSE ആർട്ട് ഇന്റഗ്രേഷൻ ഒക്കെ കൊണ്ടുവന്ന്. അല്ല, ഫസ്റ്റ് ക്ലാസ് ഞാൻ എടുത്തു തന്നു ആ മാം. സാറാണ് എടുത്തത് ആർട്ട് ഇന്റഗ്രേഷന്റെ സലാം സാറിന് ഓർമ്മയുണ്ടാവും, യെസ് മണിക്കൂറുകളോളം യെസ്, നീണ്ടൊരു ക്ലാസ് അല്ലേ? ആ മുരളി അതായിരുന്നു സാറാണ് ആദ്യത്തെ തുടങ്ങിയത്. ക്ലാസ് അതാണ്. ഫസ്റ്റ് ക്ലാസ് അതായിരുന്നു ഷിജി മാം. ഓക്കെ അല്ല, അതൊക്കെ ഒരു എന്തായാലും വളരെ സന്തോഷം. മാമിന്റെ ഇന്നത്തെ ഈ ഒരു യത്നത്തെ വളരെ സന്തോഷത്തോടുകൂടി കാണുന്നു. പോസിറ്റീവായി തന്നെ അത് ബാക്കിയുള്ളവർ എടുക്കണം, എന്നിട്ട് അവരും മുന്നോട്ട് വരണം. കാരണം ഇത് നമ്മുടെ ഒരിക്കലും ആരും വലുതും ചെറുതും ഒന്നുമില്ല ഇവിടെ. അതെ ശരിയാണ്. എല്ലാവരും തുല്യരാണ്, സമരാണ്, നമ്മളൊക്കെ മലയാളം ടീച്ചേഴ്സാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മുന്നിലേക്ക് വരാം. ആ ഒരു കാര്യത്തിൽ ഇന്ന് ഷിജി മാം കാണിച്ചിട്ടുള്ള ഈ മാതൃക ബാക്കിയുള്ളവരും ഫോളോ ചെയ്യുക. അതിൽ പെണ്ണ് ആണ് എന്നുള്ള വ്യത്യാസം ഒന്നുമില്ല. ആണ് അധ്യാപകർക്കും വരാം, പെണ്ണ് അധ്യാപികമാർക്കും വരാം. അങ്ങനെ പറയുന്നതിൽ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പറഞ്ഞ എല്ലാവരും വരട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. തീർച്ചയായിട്ടും അത് നമുക്കത് പ്രയോജനം ചെയ്യണം. ആ അർത്ഥത്തിൽ ഇന്നത്തെ ക്ലാസ്സിനോടുള്ള എന്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. യു ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ് മാം. ഓക്കെ, താങ്ക് യു അപ്പൊ സർ. ഒരു കൈയടി, അപ്പൊ നല്ലൊരു കൈയടി കൊടുക്കാം മാഡത്തിന്. താങ്ക് യു സോ മച്ച് മാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് കമന്റ്സ് യു ഉണ്ട്, താങ്ക് യു സർ. ചാറ്റ് ബോക്സിൽ കമന്റ്സ് ഉണ്ട്. സൂപ്പർ ക്ലാസ്, എക്സലന്റ് ക്ലാസ്, താങ്ക് യു വളരെ ഇൻഫോർമേറ്റീവ് സെഷൻ എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് ഉണ്ട്. വളരെ താങ്ക് യു അർത്ഥവത്തായ വെൽക്കം സർ. കമന്റ്സ് ആണ്. അപ്പോ ഒരുപാട് നന്ദി സലാം സാറിനോടുണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിൽ. ഞാൻ ആക്ച്വലി ജനറൽ ടോപ്പിക് ബേസ്ഡ് ആയിരുന്നു കൂടുതൽ ക്ലാസ് എടുത്ത് ശീലമുള്ളത്. നമ്മുടെ സിലബസിനെ ബേസ് ചെയ്ത് ഇത്തവണ ചെയ്തിട്ടുണ്ട്. നമുക്കിനി എനിക്കൊന്ന് പാഠത്തെ ബേസ് ചെയ്ത് വേണമെങ്കിൽ 9ാം ക്ലാസ്സിന്റെ ഒക്കെ നമുക്ക് ക്ലാസ്സുകൾ വെക്കാം. ഞാനും സഹകരിക്കാം. എന്നാലും ബിജു സാറിനും സലാം സാറിനും ഈ പ്ലാറ്റ്ഫോം തന്നതിൽ ഒരുപാട് നന്ദി. കുറെ കാലമായിട്ട് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു അംഗമായിരുന്നു എക്സ്ട്രാ മൈലില്. തവണ ആക്റ്റീവ് ആകാൻ പറ്റി. പിന്നെ മോഹൻദാസ് സാറിന്റെ ഒക്കെ ക്ലാസ്സിന് ആദ്യം കണ്ടിട്ടുള്ള, മുരളി സാറിന്റെ ഇടയ്ക്ക് കാണാറുണ്ട്, പിന്നെ സുധീർ സാറിന്റെ കാണാറുണ്ട്. നേരിൽ കണ്ടിട്ടില്ലെങ്കിൽ ഇവരെല്ലാം അറിയാം. പിന്നെ അല്ലൈനിൽ ഞാൻ കുറെ വർഷം ഉണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ട് സാറ് ഒരു നാട്ടിലുള്ള ആളായിട്ട് തോന്നാം. ഞാൻ അബുദാബിയിലായിരുന്നു സാറേ, പക്ഷെ അല്ലൈനിൽ എന്റെ റിലേറ്റീവ്സ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ വരാറുണ്ടായിരുന്നു. പിന്നെ എന്റെ റിലേറ്റീവ്സ് ഒക്കെ സാറിന്റെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ പോസ്റ്റർ കണ്ടപ്പോ അവരുടെ അടുത്ത് ചോദിച്ചു, ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളാ, അപ്പൊ സാറിനെ അറിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ഫാമിലി മീറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഏതായാലും അതിന് മാം നമ്മുടെ UAE പച്ചപ്പാണ് മോഹൻദാസ് സാറ് അല്ലേ? ഗ്രീൻ സിറ്റി എന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ്. ആ മൂപ്പര് ഇങ്ങനെ വന്നിരിക്കുമ്പോ തന്നെ ഒരു സന്തോഷല്ലേ? ആ ചിരി പോസിറ്റീവ് എനർജിയാ. ആ ചിരി, ആ ചിരി ഉണ്ടല്ലോ, അതിങ്ങനെ നിറയുന്ന ചിരിയാണ്. മോഹൻദാസ് സാർ, ഷിജി മാം വളരെ പ്രൊഫഷണൽ ആയിട്ട് തോന്നി ക്ലാസ് എടുക്കുന്നത്. വളരെ പരിചയസമ്പത്തുള്ള മാഡത്തിന് വളരെയധികം നന്ദി. ഇനിയും നമുക്ക് ക്ലാസ് വേണം, മുന്നോട്ട് പോകാം. അടുത്ത മാസം ഒരു ക്ലാസ് വെക്കാം. അപ്പോ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. മോഹൻദാസ് സാർ ഒന്ന് വൈൻഡപ്പ് ചെയ്യും സർ. ഓക്കെ, അപ്പോ ഇന്നത്തെ നമ്മുടെ ആരംഭം കുറിച്ചത് വളരെ നന്നായിട്ടുണ്ട്. പുതിയ അക്കാഡമിക് ഇയറിലേക്ക് ഷിജി ടീച്ചർ വളരെ നന്നായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു. വളരെയധികം സന്തോഷം. അപ്പൊ ഇത്തരം വേദികൾ ഇനിയിപ്പോ സലാം സാറ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇനി തുടർന്ന് നമുക്ക് അവസരങ്ങൾ തരും. ഒരുപാട് വിഷയങ്ങൾക്ക് അവസരം കൊടുക്കണമല്ലോ, അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അതുകൊണ്ടാണ്
അപ്പൊ നമ്മൾ നേരത്തെ കൂട്ടി അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാറ് നമുക്ക് തീർച്ചയായിട്ടും സമയം തരും. കാര്യം മലയാളത്തിനകത്ത് പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. സന്തോഷകരമായ കാര്യമാണ്. സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള നിലയിൽ നമ്മളങ്ങ് ഒതുക്കുന്നില്ല. അത് കൊള്ളാം. എന്തായാലും നന്ദി, പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷം, നന്ദി. താങ്ക് യു മുരളി സാർ, മോഹൻദാസ് സാർ, ഷിജി മാം. വീണ്ടും കാണാം സാർ. വീണ്ടും കാണാം. അതെ, എല്ലാവർക്കും നന്ദി. സന്ധിക്കും വരെ വണക്കം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. യെസ്.